കർത്താവിന്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം തന്ന വലിയ അവസരത്തിന് സ്തോത്രം. വെട്ടത്തിന് അല്പ ബുദ്ധിമുട്ട് എനിക്ക് ഇവിടെ നേരിടുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഈ രാത്രിയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ആമേൻ. 7 ദിവസം നടക്കുന്ന പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയില് നിങ്ങൾ ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ച നല്ല വിധങ്ങളെ ഓർത്ത് ഇന്ന് രാത്രിയിൽ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയുടെ കൂടെ നമുക്ക് ഈ രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ഈ ദിനങ്ങളിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ നമ്മുടെ ജീവിതത്തില് ഒരു വലിയ അനുഗ്രഹമായി വിടുതലായി മാറേണ്ടതിനായി എല്ലാവർക്കും പ്രാർത്ഥനയുടെ കൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ആമേൻ. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകും. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. 2026 നമ്മൾ എങ്ങനെ പാദമെടുത്തു വെക്കണമെന്ന് ഈ പ്രാർത്ഥനയിൽ നമ്മോട് കർത്താവ് ഇടപെടും. വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും ഈ രാത്രിയിലെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ രാത്രിയില് നമ്മോട് കൃത്യമായി സംസാരിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവ് വളരെ ശക്തമായിട്ട് നമ്മളെ അനുഗ്രഹിച്ചു. ദൈവം നമ്മെ മാനിച്ചു. ദൈവത്തിന്റെ വലിയ കൃപയ്ക്ക് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഇതിനകത്ത് ജോയിൻ ചെയ്ത ഒരു കർത്താവിന്റെ ദാസി എന്നെ വിളിച്ച് ഒരു ദൈവാലോചന ഡിസംബർ മാസം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ചില സമയങ്ങളാന്ന് തോന്നുന്നു പറഞ്ഞു. സ്തോത്രം. അതിൻ്റെതായിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ നടന്നു. ദൈവത്തിന്റെ ആലോചനയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. പാസ്റ്റർക്ക് ചില കൺവെൻഷൻ വേദി ഒരുക്കെന്ന് പറഞ്ഞു. ഞാൻ 3 ദിവസമായിട്ട് അടുപ്പിച്ച് കൺവെൻഷൻ ശുശ്രൂഷയായിരുന്നു. ഇന്ന് എനിക്ക് ഒഴിവുണ്ട്, നാളെയുണ്ട്. അപ്പോ ട്രിവാൻഡ്രത്താണ് ഞാനിപ്പോ. നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. ആമേൻ. ഇന്ന് രാത്രിയിൽ കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യും. നമ്മുടെ സ്റ്റേജുകളെ, വേദികളെയൊക്കെ ദൈവം മാറ്റും. നമ്മൾ വിശ്വസ്തരാ നിൽക്കുമ്പോൾ വിശ്വസ്തനായ ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് അല്പസമയം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് രാത്രി നമ്മുടെ ശാന്തമായ അന്തരീക്ഷത്തിൽ സംസാരിക്കട്ടെ. ജനമാരും നിരാശയോടെ മടങ്ങി പോകരുത്. ഒത്തിരി ദുഃഖവും പ്രയാസവും ക്ഷീണവും ബുദ്ധിമുട്ടും ക്ലേശങ്ങളും ഞെരുക്കങ്ങളും അനുഭവിക്കുന്ന ദൈവമക്കളാണ് ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്നത്. ആരും ദൈവം വെറുതെ അയക്കത്തില്ല. ആരും ദൈവം പട്ടിണിക്ക് അയക്കത്തില്ല. ആരും ദൈവം നിരാശയോടെ മടക്കി വിടത്തില്ല. വന്നവരെ നിറച്ച് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും അല്പസമയം അധരങ്ങളെ തുറന്നാട്ടെ. കർത്താവെ, 2025 പ്രതീക്ഷിച്ച പല വിടുതലുകളും, കൈത്തുമ്പിൽ വന്ന പല നന്മകളും, വീട്ടിൽ കയറേണ്ടി വരുന്ന പല വിടുതലുകളും ഇന്നലകളിൽ നഷ്ടപ്പെട്ട് 2025 കൊണ്ട് സകലതും തകരുമെന്ന് വെല്ലുവിളിച്ചവരുടെ നടുവിൽ ഈ ഒരു വർഷത്തിന്റെ പൊൻപുലിൽ കാണാം. ദൈവം സഹായിച്ചെങ്കിൽ എന്തോ ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം നീട്ടിയിട്ട ആയുസിനെ ഓർത്ത് എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടാൻ പോകുകയാണ്. റീമാന ഹാർക്കസ്മനാദിയ അടകൽക്കമാന വൈദപ്രവഷ്മനാദി എല്ലാവരും അധരങ്ങളെ തുറന്ന് അന്യഭാഷ പ്രാപിച്ചവർ, അഭിഷേകം പ്രാപിച്ചവർ അല്പസമയം കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. നിങ്ങൾ ഇരിക്കുന്ന വീടിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന രാത്രിയാകട്ടെ. ഇന്നലെ വന്നതുപോലല്ല, ഇന്നലെ വരെ പോയതുപോലല്ല, ഇന്നലെ വരെ പ്രാർത്ഥിച്ചതുപോലല്ല, ഇന്നലെ വരെ പ്രസംഗിച്ചതുപോലല്ല, ഇന്നലെ വരെ പറഞ്ഞ ദൈവിക വെളിപ്പാടല്ല. ഒരു വ്യത്യസ്തമായ തലം ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ എന്റെ അധരത്തിനകത്ത് ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഉണർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ചില കുടുംബങ്ങളെ ദൈവം തൊടുന്ന രാത്രിയാകട്ടെ. ചില തലമുറകളെ ദൈവം തൊടുന്ന രാത്രിയാകട്ടെ. ചില തകർന്നിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ തൊടുന്ന രാത്രിയാകട്ടെ. എവിടെയൊക്കെ ലാപ്സായി പോയ, നഷ്ടപ്പെട്ടു പോയ ചില നന്മകളെ തിരിച്ചു പിടിക്കുന്ന രാത്രിയാകട്ടെ. അമാലേക്കൻ അപകരിച്ച ചില നന്മകൾ, അമാലേക്കൻ കൊണ്ടുപോയ നന്മകൾ, സമൃദ്ധിയില്ലാതെ വേദനപ്പെട്ട ഭാരപ്പെടുന്ന തന്റെ ജനത്തിന്റെ മീതെ ദൈവത്തിന്റെ ശക്തമേറിയ ഒരു കരം വെളിപ്പെടുന്ന രാത്രിയാകേണ്ടതിനായി അല്പസമയം നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഈ രാത്രിയിൽ ചില ബന്ധനങ്ങൾ അഴിയട്ടെ. ഈ രാത്രിയിൽ ചില പോരാട്ടങ്ങൾ അഴിയട്ടെ. ഇന്നലെ വരെ തല ഉയർത്തുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രിയിൽ തകർന്നു പോകുന്ന രാത്രിയാകേണ്ടതിനായി യേശുവിന്റെ നാമത്തിൽ
കർത്താവെ, ഞങ്ങൾ ഇന്ന് രാത്രി ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഭയങ്കര അനുഗ്രഹം ഈ രാത്രി നടക്കണം. ദൈവത്തിന്റെ വലിയ മഹത്വം ഇറങ്ങണം. ആമേ. സ്വർഗീയ സാന്നിധ്യം കൊണ്ട് ഈ രാത്രി ഞങ്ങൾ നിറയ്ക്കണം, അത്ഭുതം ചെയ്യണം. ഈ കുടുംബത്തെ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ശക്തമായ ഒരു ആത്മപകർച്ചയുടെ രാത്രിയാകട്ടെ. ആമേ. ദൈവത്തിന്റെ വലിയ മഹത്വം ചലിക്കുന്ന രാത്രിയാകട്ടെ. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായി ഇന്ന് രാത്രിയിൽ സഹായിക്കട്ടെ. ഈ രാത്രി കടന്നതെല്ലാം പ്രിയപ്പെട്ട നന്ദി അറിയിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് ഉപവാസ പ്രാർത്ഥനയുടെ 7 ദിവസത്തിന്റെ പ്രാരംഭ ദിവസമാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഒരാളെ വിളിച്ചു പറഞ്ഞു, ഞാൻ മിക്കവാറും 40 ദിവസം, 21, 7, 3 ഈ ദിവസങ്ങളെ പ്രസംഗം എന്നെ അവസാന ദിവസം ചില സെലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, അപ്പൊ ആ സന്ധികുദാശയ്ക്ക് പോകത്തുള്ളൂ ചോദിച്ചു. അപ്പൊ ഞാൻ ഇന്ന് ഈ പ്രാവശ്യം ആദ്യത്തെ ദിവസം എടുത്തു. ഞാൻ ബീനാന്റിയോട് പറഞ്ഞിട്ട് ഞാൻ എടുത്താണ് ഈ ദിവസം. ഞാൻ ആ ദിവസമേ മെസ്സേജ് കൊടുക്കാമെന്ന്. അതുകൊണ്ട് അന്തികൂദാശയ്ക്കില്ല, ഇനി ആദ്യത്തെ കൂദാശ നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ കൂടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. കർത്താവ് നമ്മുടെ സംസാരിക്കും. വളരെ പ്രാർത്ഥനയുടെ കൂടെ ആയിരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. 43-ാം അധ്യായം, അതിന്റെ 13-ാമത്തെ വേദഭാഗം. ശബ്ദമുയർത്തി ആരെങ്കിലും വായിച്ചാട്ടെ. യെശയ്യാവ് 43:13 വായിച്ചാട്ടെ വേഗം. താങ്ക് യു ജീസസ്. ഞാൻ ദൈവം തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും? കരങ്ങൾ ഉയർന്നൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ വചനമാണ്. ഇന്നും ഞാൻ അനന്യൻ തന്നെ. കർത്താവ് പറഞ്ഞൊരു വാക്കാണ്, ഇന്നും ഞാൻ അനന്യൻ തന്നെ. എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആരതിനെ തടുക്കും. നല്ലൊരു ആമേൻ പറഞ്ഞൊരു ശക്തിയോടെ ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയാണല്ലോ. ആമേൻ. വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കണം. ഞാൻ ഈ മീറ്റിംഗ് ഒക്കെ ഒരു ചെറിയ ശുശ്രൂഷ പോലും വളരെ ആർത്തവത്തോടെ, അല്ലെങ്കിൽ വലിയ ആഗ്രഹത്തോടെ, വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ ആയിരിക്കുന്നത്. കാര്യം എന്റെ ഓരോ ശുശ്രൂഷകളും ഒത്തിരി തലങ്ങൾ പരിശുദ്ധാത്മ പൊട്ടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും ഈ 2026 നിങ്ങൾക്ക് കുടുംബമായിട്ട് ആവശ്യമാണ്. അതുകൊണ്ട് പേഴ്സണൽ പ്രാർത്ഥന അയക്കുമ്പോൾ ദയവായി എന്റെ പേരോട് ഉച്ചരിച്ചെന്ന് സ്തോത്രം പറഞ്ഞേക്കണം. ആ അനുഗ്രഹം എനിക്കുണ്ടാകും നിശ്ചയമായും. ആമേൻ. പ്രാർത്ഥിക്കുക. കർത്താവ് വളരെ കാര്യങ്ങൾ ഇന്ന് രാത്രി ചെയ്യട്ടെ. സ്തോത്രം. നമുക്കറിയാം, അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തന്നെ, ഒറ്റ മോനേ ഉള്ളൂ, ഏകജാതന മകനെ തന്നെ എനിക്ക് മോറിയ മലയിൽ യാഗം കഴിക്കണം. ഞാൻ അതിനെപ്പറ്റി ചില പഠനങ്ങൾ, ചില ചിന്തകൾ ഞാൻ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കി ചില കാര്യം പറയാം. അപ്പനും മോനുമായിട്ട് യാഗത്തിന് പോവുകയാണ്. അപ്പനും മോനുമായിട്ട് യാഗത്തിന് പോയപ്പോൾ യാഗവസ്ഥ മകനാണ്. ആമേൻ, സ്തോത്രം. എന്നാൽ അവിടെ ചെന്ന് പെട്ടെന്ന് ആമേൻ സ്തോത്രം കെട്ടപ്പെട്ട കഴുത, ആ കുഞ്ഞാട് വെളിപ്പെട്ടെന്നല്ല. അവിടെ യാഗപീഠം യാഗപീഠത്തെ പറ്റി പഠിച്ചവർക്കറിയാം. ആമേൻ. ആ നിലം മുഴുവനും പല്ലിയ കല്ലും മണ്ണും എല്ലാം അടിച്ച് തൂത്തു വാരിയിട്ട് അതിന് ചുറ്റും തോട് വെട്ടണം, വെള്ളം പോവാൻ തോട് വെട്ടണം. 2 സയ വിത്ത് വിതയ്ക്കണം. സ്തോത്രം. കാട്ടുകല്ല് അവിടെ ഇവിടെ കിടക്കുന്ന കാട്ടുകൾ ഒന്നിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ആരും ഒരിടത്ത് കൂട്ടിയിട്ടതല്ല, വെല്ലുടത്തുനിന്നുള്ള കാട്ടുകല്ലെല്ലാം പറക്കി യാഗവിടെ ചുറ്റളവിൽ പണിതിട്ട് അവർ നല്ല ഹൈറ്റിൽ അങ്ങോട്ട് പണിതിട്ട് ഈ മകനെ പിടിച്ച് കിടത്തണം. ആമേൻ. അവനെ ബന്ധിക്കണം, എന്നിട്ട് യാഗം കഴിക്കണം. രാമേൻ പറയുമ്പോൾ സത്യയോടെ ഒരു യാഗം പണിയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. 3 ദിവസം പ്രാർത്ഥന ഒരാൾ വീട്ടിൽ നടത്തിയാൽ, 7 ദിവസം ഒരു വീട്ടിലൊരു പ്രാർത്ഥന നടത്തിയാൽ, അല്ല 1 ദിവസം ഒരു പ്രാർത്ഥന നടത്തിയാൽ, ആ പ്രാർത്ഥന നടത്തുന്ന വീട്ടുകാർ ചോദിക്കണം, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് പ്രാർത്ഥന അവർ വെക്കുന്നതെന്ന് അറിയാമോ? അവരുടെ സ്തോത്രം വീടിനകത്ത് പായോ കസേരയിടോ മാത്രമല്ല, അവിടെ വീടിന്റെ ചുറ്റും അവരടിക്കും. അവർ കയറി വരുന്ന വഴി ഇവിടെ തൂത്ത് വൃത്തിയാക്കും. അവരാരൊക്കെ വരുമ്പോ ഇരിക്കണം, അല്ലെങ്കിൽ കിച്ചൺ വരെ തൂത്ത് വൃത്തിയാക്കി ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് ഒരു വീട്ടിൽ ഒരു പ്രാർത്ഥന നടത്തെങ്കിൽ, ഇന്ന് രാത്രിയിലെ ആരാധന റിസ്ക് എടുത്താണ് നടത്തുന്നതെങ്കിൽ ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കാൻ പോവാം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ എന്തിനാ കർത്താവെ ഞാൻ ഇത്ര റിസ്ക് എടുക്കുന്നത്? എന്തെല്ലാം കാര്യത്തിന് ഓടി നടക്കേണ്ട ഞാൻ ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് ഞാൻ ദൈവത്തിൽ ഇരിക്കുമ്പോൾ, ദൈവമക്കളെ, ഈ രാത്രിയിൽ നിന്റെ യാഗപീഠത്തിനകത്ത് ദൈവത്തിന്റെ ഒരു വലിയ കൃപയിറങ്ങുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് രാത്രി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അത്ഭുതങ്ങൾ ഈ യാഗത്തിനകത്ത് കർത്താവ് ചെയ്യും.
എന്നെ ചെന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ യാഗം കഴിക്കാനെ മോനെ കൊണ്ടുപോകുമ്പോൾ കൊച്ചു ചെറുക്കനൊന്നുമല്ല, ആരോടെ പ്രസംഗിച്ച് 3 വയസ്സുള്ള പയ്യനായിരുന്നു. 3 വയസ്സൊന്നുമല്ല, 3 വയസ്സുള്ളവന്റെ കയ്യിലാണോ ഇതെല്ലാം കൊടുത്ത് അബ്രഹാം വിട്ടത്? നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും വിറകെടുക്കാനും അല്ലെങ്കിൽ അപ്പന്റെ കൂടെ നടക്കാനും ഒരു യാഗവസ്തു അല്ല യാഗം അർപ്പിക്കാൻ വേണ്ടി വിറകും ഒക്കെ എടുത്തോണ്ടല്ലേ പോയത്. അതെടുക്കാൻ ഇച്ചിരി ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കും. എന്റെ പഠനത്തിൽ എന്റെ ചിന്തയിൽ പറഞ്ഞാൽ ഇച്ചിരി അറിവും ഇച്ചിരി പക്വതയും ഉള്ളൊരു മകനായിരുന്നു. സ്തോത്രം. പക്ഷേ ഇവനെ യാഗമൊക്കെ പണിതിട്ട് യാഗപീഠം പണിതിട്ട് യാഗവസ്തുവായിട്ട് സമർപ്പിക്കുമ്പോൾ അവൻ അനുസരണമുള്ളവനായി അപ്പന്റെ മുമ്പിൽ താണു വീണെന്നുള്ളതാ. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ ഒരാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകാൻ പറഞ്ഞാൽ അവന്മാര് പറയും ഞാൻ വരുന്നില്ല, അപ്പനും അമ്മയും സ്വതന്ത്രം പറഞ്ഞിട്ട് വരാൻ പറയും. സ്വതന്ത്രം വല്ലാത്തൊരു തലമുറയാണ് നമ്മുടെ തലമുറ. എന്നാൽ അതിന്റെ നടുവിലും ഈ യാഗത്തിനകത്തും ദൈവത്തിന്റെ കരമുണ്ട് കേട്ടോ. 7 ദിവസം നടക്കുന്ന പ്രാർത്ഥനയിൽ ഒരു വലിയ സാന്നിധ്യം ഇറങ്ങുമെന്ന് എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വെറുതെ വന്നതല്ല, ഞാൻ വെറുതെ ഇരിക്കുന്നതല്ല, ഇതിനകത്തൊരു മഹത്വം ചലിക്കുന്നുണ്ട്, ഞാൻ വെറുതെ പണിതല്ല. എല്ലാവരും പറഞ്ഞു ഒരു പണിയും ഇല്ലാഞ്ഞിട്ട് ഇറങ്ങിയതാണെന്ന് ചോദിക്കുമ്പോൾ ഒരു പണിയും ഇല്ലാഞ്ഞിട്ടല്ല, ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളുടെ പണി മുഴുവനും. നല്ല രാമേ പറയാമോ? ദൈവനാമത്തിന് ഇവിടെ നിന്നതിന് ശേഷമേ ഉള്ളൂ ഞങ്ങളുടെ ബാഹ്യമായ സകല കാര്യങ്ങളും വന്ന് വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ്. 43-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ കണ്ണെന്ന് ഓടിച്ചാട്ടെ. 1-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ഇപ്പോഴും യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ ഇസ്രായേലെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനും. 2 പദം അവിടെ വായിക്കുന്നുണ്ട്. ഒരു നിർമ്മാണവും ഒരു സൃഷ്ടിപ്പും 2 പദം വായിക്കുന്നുണ്ട് അല്ലേ? അവിടെയാ തുടങ്ങുന്നത്. യാക്കോബ് പറഞ്ഞു യാക്കോബേ ഞാൻ നിന്നെ സൃഷ്ടിച്ചവന്, ഇസ്രായേൽ പറഞ്ഞു ഞാൻ നിന്നെ നിർമ്മിച്ചവന്. രണ്ടും ഒരാളാണ്, പക്ഷെങ്കിൽ ഒരു സൃഷ്ടിപ്പും ഒരു നിർമ്മാണവും അവിടെ നടക്കുന്നുണ്ട്. എന്താണ് സൃഷ്ടിപ്പ്? സൃഷ്ടിപ്പ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. നല്ല രാമ്യം പറയാമോ? ഒന്നുമില്ലായ്മയിൽ നിന്ന്. എന്നാൽ നിർമ്മാണം എന്ന് പറയുന്നത് ഒന്നുമില്ലായ്മ എന്നല്ല, ഒരു സാധനത്തെ നോക്കിക്കൊണ്ട് മറ്റൊരു സാധനം ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് നിർമ്മാണം എന്ന് പറയുന്നത്. രാമയം പറയാമോ? അതുകൊണ്ട് ഈ 2 കടമയും യാക്കോബിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്തെടുത്തതാ. ഇതിനെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, ദൈവം നിന്നെ സൃഷ്ടിച്ചതാണെങ്കിൽ ഈ പ്രാർത്ഥനയിൽ തമ്പുരാൻ നിന്നെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തെന്നറിയാമോ? പിടികൊടുക്കാതെ വണ്ണം ശ്രേഷ്ഠമായൊരു പാത്രം പോലെ നിന്നെ നിർമ്മിച്ച് പുറത്തു കൊണ്ടുവരാൻ കർത്താവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവജനം ഒരുമിച്ച് സ്തോത്രം പറഞ്ഞിട്ട് പറയാം, എന്റെ ശരീരത്തിനകത്തൊരു സൃഷ്ടിപ്പ് നടന്നതാണ്, ഇനിയും ഞാൻ നിർമ്മിക്കാം, എന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു എന്ന് പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി പ്രാർത്ഥിക്ക്. ഒരു നിർമ്മാണം കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. യാക്കോബിന്റെ ജീവിതം പഠിക്കാൻ കാണാൻ സാധിക്കുന്നു. അമ്മയുടെ ഗർഭത്തിനകത്ത് സൃഷ്ടിപ്പ് നടന്നു. നിർമ്മാണം എന്ന് പറയുന്നത് യാബോക്കിന്റെ കടന്റെ തീരത്തായിരുന്നു. അവിടാണ് അവനെ നിർമ്മിച്ചത്. അവനോട് അവൻ പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, ഞാൻ നിന്നെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ സ്തോത്രം അവനെ ദൈവം നിർമ്മിച്ചു. ആ ഭാഗം വായിച്ചിട്ട് അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ചിന്ത കൊണ്ടുവരാം. ഞാൻ ഇന്നും അനന്യന. ഒരാമയും പറയാമോ? കർത്താവ് കർത്താവിന്റെ ദാസനായിരിക്കുന്ന യെശയ്യാവ് മുഖാന്തരം തന്റെ ജനത്തോട് പറഞ്ഞാണ് ഞാൻ ഇന്നും അനന്യന. ആമേൻ. പുതിയ നിയമം വായിക്കാൻ കാണാൻ സാധിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, യേശുക്രിസ്തു ഇന്നലെയും, പൗലോസ് പറഞ്ഞു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവ. അനന്യൻ എന്ന വാക്കിനർത്ഥം മാറ്റമില്ലാത്തവനെന്ന. ഈ പ്രാർത്ഥനയിൽ ചിലരുടെ ദൈവാത്മ പറയുന്നു, മാറ്റമില്ലാതെ മാറിപ്പോകാത്ത ഒരാളുണ്ടെങ്കിൽ, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ, ആശ്രയിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ, ഞാൻ ആരാധിക്കുന്ന, നാം സൂക്ഷിക്കുന്ന നമ്മുടെ നസ്രയനായ കർത്താവാണ്. ആ കർത്താവ് പറയുകയാണ് ഞാൻ അനന്യനാണ്, മാറ്റമില്ലാത്തവനാ. ചിലരുടെ കർത്താവ് പറയുന്നു മാറ്റമില്ലാത്ത കർത്താവ് ഇന്ന് രാത്രി തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുകയാ. ഇന്നലെ വരെ വന്നതുപോലെയല്ല കുഞ്ഞെ, വ്യത്യസ്തമായ നിലപാടിനകത്ത് ദൈവം തന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നലെ തകർന്നു കിടന്ന, ഇന്നലെ വീണ് കിടന്ന, ഒന്നുമില്ലാതെ കിടന്ന ചില ജീവിതങ്ങളെ ഒന്ന് പുതിയതാക്കി പുറത്തു കൊണ്ടുവരാൻ കർത്താവ് ഇന്ന് രാത്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഏകദേശം 620 പ്രാവശ്യം യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, പദം 620
20 പ്രാവശ്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്തുണ്ട്. അപ്പൊ 620 പ്രാവശ്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നൊരു പദം കാണുമ്പോൾ ഓർത്തോണം, അരുളി ചെയ്യാൻ ദൈവം റെഡിയാണ്, കേൾക്കാൻ ഒരാൾ റെഡിയാണെങ്കിൽ. ആമേൻ. ഇന്ന് രാത്രിയിൽ അരുളപ്പാട് പറയാൻ ദൈവം തയ്യാറാണ്, ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്നുണ്ട്. ഇന്ന് വിശ്വസിക്കുന്ന ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ, എനിക്ക് ചില ദൈവിക ദൂതുകൾ, ആലോചനകൾ കേൾക്കണം കർത്താവേ. ആമേൻ, ഹല്ലേലൂയ. എന്നോട് ഇടപെടണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന് നിന്നോട് ഇടപെടാനുണ്ട്, ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ഇനി വീഡിയോയിൽ വന്നാലും വീഡിയോയിൽ വന്നില്ലെങ്കിലും എന്റെ കർത്താവിന് നിന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ നിന്റെ പേര് വിളിച്ച് കർത്താവ് രാത്രി ഇടപെടും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, കർത്താവിനോട് സംസാരിക്കാനുണ്ട്, കർത്താവിന് സംസാരിക്കാനുണ്ട്. വചനം പറയുന്നു, ഞാൻ എന്നും അനന്യനാണ്. നമ്മൾ പറയുന്ന ഞാനല്ല ഈ ഞാൻ പറയും. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ ഒത്തിരി എന്റെ അറിവില്ലാത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് ചെയ്തു, ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ പോയി, ഞാൻ പ്രസംഗിച്ചു, ഞാൻ ഇത്ര വേദി പ്രസംഗിച്ചു, ഞാൻ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കൊമ്പിനെ ഒടിച്ചിട്ട് പറയുന്നു, നീ ഒന്നും അല്ലട കൊച്ചേ, ഞാനാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്ന പദത്തിന്റെ അർഹൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമേ. എത്ര സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ട്? കാരണം എന്റെ മുമ്പിൽ ഒരു രോഗി സൗഖ്യമായാൽ എനിക്ക് പുകഴാനൊന്നുമില്ല. എന്നെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിച്ചല്ലോ. അതിനായി ഇന്ന് രാത്രി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്തോണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇത്രയും ജനത്തെ കർത്താവ് കൊണ്ടുവന്നല്ലോ, അതിനായി ഞാൻ സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി എനിക്ക് വരാം ദൈവകൃപ തന്നല്ലോ, ഇത്രയോളം ദൈവം എന്നെ മാനിച്ചല്ലോ. ആ ദൈവകൃപയോർത്ത് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നവർ ഞാൻ വാഴ്ത്തുകയാണ്. വചനം വായിക്കുന്നത്, ഞാൻ ഇന്നും അനന്യന. അപ്പൊ അത് വന്ന് നിർത്തി ഒന്ന് ചിന്തിക്കാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നും അനന്യന, ഞാൻ ഇന്നും അനന്യന. കേട്ടോ, ചിലര് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഇന്നലെ സംസാരിച്ച ദൈവം ഇന്നും നിന്നോട് സംസാരിക്കും, ഇന്നും സംസാരിക്കും, ഇന്നും സംസാരിക്കും. ഏലിയാമ്മ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസി ആന്റി എന്ന് പ്രാർത്ഥിച്ചിട്ട് കരമുയർത്തി എന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, കഴിഞ്ഞ വർഷം ഇടപെട്ട അതേ കർത്താവ്, മാറ്റമില്ലാത്ത കർത്താവ്, ആമേൻ, ഇന്ന് രാത്രിയിലും വ്യക്തമായി ഇടപെടാൻ പോകുകയാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, 2025 നമുക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയാൽ ഒത്തിരി കഷ്ടതയുടെയും ദുഃഖത്തിന്റെ കാര്യം പറയും. പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവം നമ്മെ സഹായിച്ച വിധങ്ങൾ ആ ആന്റി കേൾക്കാൻ വേണ്ടി ഒരു ദൈവിക ദൂത് കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കണമേ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 എബ്രായ ബാലന്മാരെ തീച്ചുളക്കകത്തിട്ട്. കേൾക്കണേ, എബ്രായ ബാലന്മാർ 3 പേരുണ്ട്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. ഇവരെ 3 പേരെയും തീച്ചുളക്കകത്തിട്ടത് എന്തിനാ ചോദിച്ചാൽ, കരിഞ്ഞു പോകാൻ, തീർന്നു പോകാൻ കൊണ്ടിട്ടതാ. പക്ഷെ എന്നെ ചലിപ്പിച്ച ഒരു ദൂത് കർത്താവിന്റെ ദാസിയോട് കർത്താവിന്റെ ആത്മാവിൽ കൈമാറുകയാ. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ഒരുവൻ പറഞ്ഞു, നമ്മൾ 3 പേരെ അല്ലേ ഇട്ടെ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 പേരെ അല്ലേ ഇട്ടെ, 4ാമനെ ഒരുവനെ ഞാൻ കാണുന്നു എന്നാരാ പറഞ്ഞേ? എല്ലാവരും ചിന്തിച്ചാട്ടെ, ആരാ പറഞ്ഞേ? സത്യത്തിൽ ആരാ പറഞ്ഞേ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ തീച്ചുളയ്ക്കകത്ത് വലിച്ചെറിഞ്ഞിട്ട് 4ാമൻ ഒരുവനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞത് അന്നത്തെ രാജാവാ പറഞ്ഞേ. ആ രാമൻ പറയാമോ? രാജാവ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 4ാമനെ കാണുന്നതിന് മുമ്പ്, ആമേൻ സ്തോത്രം, 4ാമനെ ആര് കണ്ടു? ഇവനെ കഷ്ടത്തിലാക്കിയവൻ കണ്ടു. ഒരു ദൂത് പറയാനാ വരുന്നത്, നിന്നെ കഷ്ടത്തിലാക്കിയവൻ കർത്താവിനെ കാണുന്ന വർഷമായത്. ആമേൻ. നിന്നെ ബുദ്ധിമുട്ടിച്ചവർ കർത്താവിനെ അറിയുന്ന വർഷമാ. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? നിന്നെ തീച്ചുളയ്ക്കകത്ത് വലിച്ചെറിഞ്ഞ് നിന്റെ മരണം കാണാൻ കൊതിച്ചവർ നിന്റെ കർത്താവിനെ കാണും, നിന്റെ കർത്താവിനെ കാണും. അത് വിശ്വസിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറ. എന്റെ കഷ്ടത കൊണ്ട് ഒരുത്തനെങ്കിലും കർത്താവിനെ അറിയണം. ഞാൻ അനുഭവിച്ച വേദന ചിലരെങ്കിലും കർത്താവിനെ അറിയാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി നന്ദിയോടെ സ്തോത്രം ചെയ്തിട്ട് പറ, എന്റെ കഷ്ടത ചിലരെ ക്രിസ്തുവുമായിട്ട് അടുപ്പിക്കുന്ന കഷ്ടതയാണ്. ആമേൻ. അതുകൊണ്ട് പരിശുദ്ധാത്മ പറയുകയാണ്, സ്തോത്രം, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇട്ട രാജാവ് പറയുകയാണ്, നമ്മൾ 3 പേരിലിട്ട് ഇത് 4ാമൻ ഒരുവനെ കൂടെ ഞാൻ കാണുന്നു. ആമേൻ. അതായത് നിന്നെ കഷ്ടത്തിലാക്കിയ, ഞാൻ ആത്മാവിൽ ദൂത് ജനത്തോട് കൈമാറുന്നു, നിന്നെ കഷ്ടത്തിലാക്കിയവൻ എന്റെ കർത്താവിനെ കണ്ടുമുട്ടാൻ പോവാ. നിന്റെ വഴി അടച്ചവൻ, നിന്റെ മേഖല അടച്ചവൻ, നിന്റെ ശുശ്രൂഷയുടെ വാതിൽ അടച്ചവൻ, നിന്റെ ശുശ്രൂഷയെ അടച്ചു കെട്ടിയവൻ, നിന്റെ മുന്നോട്ടുള്ള യാത്രകളെ അടച്ചു കെട്ടിയവൻ, നീ മൂലം നിന്റെ കർത്താവിനെ കാണുമ്പോ, ഒന്നുകൂടെ പറഞ്ഞ
പറഞ്ഞാൽ നിന്റെ വീടിനകത്തുനിന്ന് ചിലതൂടെ പുറത്തു വരാൻ പോവാണെന്ന്. അവനെ ആരാധിക്കാം. എത്ര പേര് ആമേൻ പറയും? നീ ഒറ്റപ്പെട്ടവളെന്ന് പറഞ്ഞില്ലേ? 2026 നിന്നോട് ചേർന്ന് ആരാധിക്കാം. നിന്റെ വീടിനകത്തുനിന്ന് ചിലതിനെ കൂടെ തമ്പരാൻ അടർത്തിയെടുക്കുന്ന വർഷമാണ്. എത്ര പേര് ആമേൻ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ആത്താൽ പറയുന്നു, സാഹചര്യം മുമ്പിൽ ഒന്നും കാണത്തില്ല, ഒരു സാഹചര്യം നിന്റെ മുമ്പിൽ കാണത്തില്ല. പക്ഷെ നിന്റെ കൂടെ പ്രമാണമെടുക്കാം, നിന്റെ കൂടെ സ്തോത്രം ചെയ്യാൻ പോകാൻ, നിന്റെ കൂടെ ഉപവസിക്കാൻ പോകാൻ വേണ്ടി ചിലതിനെ കൂടെ കുടുംബത്തിനകത്ത് അടർത്തിയെടുത്ത് മാനിക്കുന്ന വർഷമാണ് ഈ വർഷം എന്ന് പറയുമ്പോൾ ആത്മതലത്തിൽ വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഈ വർഷത്തെ പറ്റി അങ്ങനെ കർത്താവിനോട് സംസാരിക്കുന്നേ. നിന്റെ കൂടെ ഇരിക്കാൻ ചിലരെ കൂടെ നിന്റെ വീടിനകത്തുനിന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. പറഞ്ഞില്ലേ, നിന്റെ പ്രാർത്ഥന എന്നോ പ്രാർത്ഥന, എന്തിനാ ഇത്ര ശബ്ദം വെക്കുന്നത്, എന്തിനാ എന്റെ ഭാഷ പറയുന്നത്, എന്തിനാ കൈയടിക്കുന്നത്? വീടിനകത്തും തന്നെ ആൾക്കാരെ മാറി നിന്ന് കുറ്റം പറഞ്ഞില്ലേ, നിന്റെ പായയിൽ വന്ന് നിന്നോടൊപ്പം ഇരുന്നവർ ദൈവത്തെ ആരാധിക്കും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഒറ്റപ്പെട്ടു എന്ന് പറയുന്നു, പക്ഷെ നീ ഒറ്റയല്ല. എന്റെ കർത്താവ്, ഞാൻ അനന്യനാ കുഞ്ഞെ, ഞാൻ അനന്യന. എന്റെ കരത്തിൽ നിന്ന് വിടുവിക്കാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ പ്രവർത്തിക്കും, ആരതിനെ തടുക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തടുക്കുന്നവൻ തടുത്തോട്ടെ, പക്ഷെ ഇന്ന് രാത്രി പ്രവർത്തിക്കുന്നവൻ നിന്റെ കരങ്ങളിൽ ഇറങ്ങാൻ പോവാ. നിന്റെ വീടിനകത്ത് നീ ആയിരിക്കുന്ന വിഷയത്തിനകത്ത് സ്വർഗത്തിലെ സേന ഇറങ്ങാൻ പോവാ. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. പ്രവർത്തിക്കുന്ന ഒരുവൻ എനിക്ക് വേണ്ടി ഇറങ്ങും, തടുക്കുന്നവൻ തടുത്തോട്ടെ, പക്ഷെ എന്നെ അറിയുന്ന ഒരുവൻ, എന്നെ കാണുന്ന ഒരുവൻ, എന്റെ വേദന അറിഞ്ഞ ഒരുവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ നോക്കി പ്രവചിക്കുന്നു. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, തടുക്കുന്നവൻ തടുത്തോട്ടെ, പക്ഷെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്, അവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ തടുക്കാൻ ഇഷ്ടത്തിന് ആൾക്കാര് 2025-നേക്കാളും 26-ക്കാണ്. ആമേൻ. കഴിഞ്ഞ സാരോ പ്രസംഗിച്ചു, 2026 ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമെന്ന്. ഞാൻ അങ്ങ് തിരുത്തി പ്രസംഗിക്കുകയാണ്. കുഴപ്പം കൂടാൻ പോകുന്നേ ഉള്ളൂ, ഒട്ടും കുഴപ്പം കുറയത്തില്ല. ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം 10 പേര് എതിരാളിയായെങ്കിൽ ഓർത്തണം, ഇന്ന് ഈ പ്രാവശ്യം 25 എതിരാളികളാകും. പക്ഷെ ഇതിന്റെ നടുവിലും 2020 തേജസ്സോടെ നടത്തിയവൻ 2026 അതിലും തേജസ്സോടെ തന്നെ നടത്തും. അത്ര ആമേൻ പറയും. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പറയുന്നു, പ്രതികൂലമുണ്ടെങ്കിൽ ഓർത്തോണം, നീ ഭയങ്കര അഭിഷേകമുള്ളവളാണെന്ന്. ആമേൻ. പ്രശ്നം വരുമ്പോൾ ഓർത്തോണം, നിന്നെ തൊടാൻ കഴിയാത്തത് കൊണ്ടാണെന്ന്. പുറകിൽ നിന്ന് ആരെങ്കിലും എറിയുമ്പോൾ ഓർത്തോണം, നീ ഒത്തിരി അവരെക്കാളും മുന്നിലാണെന്ന്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്നെ ആരെങ്കിലും എറിയുന്നത് ഓർത്തോണം, നീ പുറകിലല്ല, നീ മുന്നില. അവരെക്കാളും മുന്നിലായതുകൊണ്ട് ഏറ് വരുന്നത്. അതുകൊണ്ട് 2026-ൽ ആ കഷ്ടതയില്ലാതെ പോകാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഇനി കഷ്ടത കൂടാൻ പോവാ. കഷ്ടതയുടെ നടുവിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും കർത്താവിനെ സ്തോത്രം ചെയ്താണ്. വചനം വായിക്കുന്നത് ഞാൻ 2-3 കാര്യം പറഞ്ഞ് ഇന്നത്തെ മെസ്സേജ് ഞാൻ അവസാനിപ്പിക്കും. ദൈവം തന്ന ആലോചനയും കൂടെ അതിനകത്തൂടെ അറിയിക്കും. സ്തോത്രം. ഒന്ന്, യെശയ്യാ പ്രവാചക 45-ാം അധ്യായത്തിൽ ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. വായിച്ചാൽ നിങ്ങൾ 2-3 പേരും കൂടി വായിക്കേണ്ടി വരും, അതുകൊണ്ട് വായിപ്പിക്കുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. സ്തോത്രം. കർത്താവിന്റെ പ്രവൃത്തിയെ പറ്റി 2-3 കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഒന്ന്, യെശയ്യാ പ്രവാചക 45-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. വചനം വായിക്കുന്നു, കൊരശേ, നീ എന്റെ ഇടയനാണ്, നീ എന്റെ അഭിഷക്തനാണ്, നിനക്ക് വേണ്ടി ഞാൻ ചില കാര്യം ചെയ്യും. എന്താ കാര്യം ചെയ്യും? അവിടെ വചനം വായിക്കുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുക മാത്രമല്ല താമ്രവാതിലുകൾ എന്ത് ചെയ്യും? തകർക്കും. രാമൻ പറയുമ്പോൾ ശക്തിയോട് ഹല്ലേലൂയ. നിനക്ക് മുമ്പായിട്ട് ചെന്ന് താമ്രവാതിലുകളെ ഞാൻ തകർക്കും. താമ്രവാതിലുകൾ നമ്മളെ കൊണ്ട് ചെയ്യാനൊന്നും പറ്റില്ല. അത് ഹാമേശ്വർ ഭയങ്കര ബലമുള്ളത്, അതിനെ അനക്കാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നു, നിനക്ക് ചലിപ്പിക്കാൻ കഴിയാത്ത ചിലതിനെ ഞാൻ ഇറങ്ങി തകർക്കാൻ പോവാ. ആർക്ക് മുമ്പ്? നിനക്ക് മുമ്പ്. 2025-ൽ നീ പല ഇന്റർവ്യൂവിനും പോയതാ, പക്ഷെ അവിടെ ചെന്നപ്പോഴാ മനസ്സിലായത് നീ പരാജയപ്പെട്ടെന്ന്. എന്നാൽ ഈ വർഷം നീ പ്രാർത്ഥിച്ച് സ്റ്റെപ്പ്
ഓർത്തെടുത്ത് വെച്ചോ, നിനക്ക് മുമ്പ് ചില വിടുതലുകൾ സംഭവിക്കാമോ? എത്ര പേര് ആമേൻ പറയും? നീ പോകുന്നതിന് മുമ്പ്, നീ ചെല്ലുന്നതിന് മുമ്പ് നിന്റെ തലമുറയിൽ ചില വിടുതൽ നീ കാണുമെന്ന് വിശ്വസിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ കണ്ണുനീര് വ്രതാവല്ല, നിനക്ക് മുമ്പായിട്ടിറങ്ങുന്ന ഒരു കർത്താവിനെയാണ് ആരാധിക്കുന്നത്. അവൻ പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആരതിനെ തടുക്കുമെന്നാണ് ചോദിക്കുന്നത്. Praise the Lord. Hallelujah. ഞാൻ ആത്മാവിൽ ആദ്യം ഒരു ദൂത് പറയുന്നു, നിങ്ങൾക്ക് മുമ്പായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മൾ പോകണ്ടെന്നേ. നമ്മൾ ഈ സൂം മീറ്റിംഗ് ഒക്കെ നടത്തി ഇതിനകത്തിരുന്ന് സ്വോത്ര ഗ്ലോറി ഒക്കെ പറയുമ്പോൾ, നാളെ നിനക്ക് വരേണ്ട വിടുതൽ നിനക്ക് മുമ്പായിട്ട് ദൂതനെ ഇറക്കി തകർത്ത് കളഞ്ഞിട്ട് ഇരുട്ടത്തിരിക്കുന്ന ഇന്ന് വരെ നീ കാണാത്ത ചില നിക്ഷേപങ്ങളുണ്ടല്ലോ, നീ അർഹതപ്പെട്ടത്, നീ ഒത്തിരി നാള് പ്രാർത്ഥിച്ചു കരഞ്ഞത് നിന്റെ കരത്തിൽ വരും. ചിലരോട് ദൈവാത്മാവ് ഈ ദൂതിനകത്തോട് പ്രവചന ദൂത് അറിയിക്കുകയാണ്. നീ ഇന്ന് വരെ കാണാത്തത് 2026 നിന്റെ കരത്തിൽ കൊണ്ട് തന്ന് ഇരുട്ട് മൂടിക്കളഞ്ഞ ചിലത്, അന്ധകാരം മൂടിക്കളഞ്ഞ ചിലത്, നിന്നെയും നിന്റെ സന്തതിയെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞ ചിലത്, വീട്ടുകാർ അടക്കം പറഞ്ഞില്ലേ നീയും നിന്റെ സന്തതിയും ആ നന്മ കാണത്തില്ലെന്ന്. തമ്പുരാൻ പറഞ്ഞ അവര് പറഞ്ഞോട്ടെ, പക്ഷെ നിന്റെ കരത്തിൽ ഞാൻ കൊണ്ടുതരും. അതിനു മുമ്പ് നിനക്ക് മുമ്പായിട്ട് ഞാൻ ഇറങ്ങാൻ പോവാ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇന്ന് രാത്രി നിനക്ക് മുമ്പായിട്ട് ഇറങ്ങുന്ന, നീ പോകുന്നതിന് മുമ്പ് ഇറങ്ങുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നതെങ്കിൽ, ആത്മനലവി ദൈവത്തെ ആരാധിച്ചോ, അവന്റെ മഹത്വം രാത്രി ചലിക്കുന്ന രാത്രിയാണ്. Praise the Lord. പരിശുദ്ധാത്മ ചൊല്ലു പറയുന്നു, നിനക്ക് മുമ്പായിട്ട് ഇറങ്ങും കേട്ടോ, നിനക്ക് മുമ്പായിട്ട്. ചിലര് കർത്താവ് രാത്രിയില് ശക്തമായിട്ട് കാണിച്ചിട്ട് പറയുന്നു, നീ നിന്റെ വിഷയത്തിന് നീ ചെല്ലുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ഇറങ്ങും. കഴിഞ്ഞ വർഷം നിങ്ങൾ പോയ വഴിയൊക്കെ നിങ്ങൾക്ക് അടഞ്ഞു. ആമേൻ. നിങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു, ഇപ്പൊ മൗനമായിട്ടിരിക്കുക. പക്ഷെ കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി വാതിൽ ദൈവം തുറക്കാൻ പോവാ. ജിജി മോനച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ ആത്മാവ് ആ കർത്താവിന്റെ മകളെ തൊട്ടുണർത്തിക്കൊണ്ട് പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി പരിശ്രമിച്ചത്, ഒത്തിരി ഓടിയത്, ഒത്തിരി അധ്വാനിച്ചത്, ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ കർത്താവ് വിടുതലില്ലാത്ത ചോദിച്ച വിഷയത്തിനകത്ത് കർത്താവ് സിമ്പിൾ ഒരു ദൂത് പറയുന്നു, മകളെ, നിനക്ക് മുമ്പ് ഞാൻ അയക്കേണ്ടവരെ അയച്ച് ദുർഘടങ്ങളെ നിരപ്പാക്കുക മാത്രമല്ല, താമ്രവാതിലുകളെ തുറക്കുകയല്ല, തകർക്കുക. ഒരാമയും പറയാമോ? ചിലത് തകരാൻ പോവാ. നിങ്ങളുടെ മുമ്പിൽ വെച്ച് കെട്ടിയ ചിലതിനെ തമ്പുരാൻ തകർക്കാം. ഈ ദൂത് എത്ര പേർ റിസീവ് ചെയ്യുന്നു എനിക്കറിയില്ല. ഞാൻ ആത്മമണ്ഡലത്തിൽ കയറി നിങ്ങൾ ദൂത് പറയുന്നു, പരിശുദ്ധാത്മ പറയുന്നു, നീ പോകേണ്ട, നിനക്ക് പകരം നീ ചെല്ലുന്നതിന് മുമ്പ് ചില ദുർഘടങ്ങൾ തകരുന്നു. നീ ചെല്ലുന്നതിന് മുമ്പ് താമ്രവാതിലുകൾ തകരുന്നു. നിനക്ക് തകർക്കാൻ കഴിയാത്ത ചിലതിനെ നിനക്ക് മുമ്പായിട്ട് തകർക്കുന്ന ഒരു ശക്തനായ കർത്താവിനെ ആരാധിക്കുന്ന ദൈവജന കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, ആ ദൈവത്തെ മതി എനിക്ക്. ലോകരെല്ലാം എന്നെ കൈവിട്ടാലും എനിക്ക് മുമ്പായിട്ട് ഇറങ്ങുന്ന കർത്താവിനെ എനിക്ക് അറിയണമെന്ന് വിശ്വസിക്കുന്നവർക്കാ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. 2026 പ്രവേശിച്ചപ്പോഴേ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇത് ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഈ ചില ചർച്ചയിലൊക്കെ ഉണ്ട്, 12 മണിയാകുമ്പോഴത്തേന് ഡിസംബർ മാസം ഒരു 31 തീയതി 12 മണിയാകുമ്പോൾ എഴുന്നേറ്റൊരു പാട്ടും ആ വലത്തെ കാലെടുത്ത് മുന്നോട്ട് വെച്ചിട്ട് അടുത്ത വർഷത്തിലേക്ക് ഞാൻ കയറുകയാണ് എന്നൊക്കെ പറയുന്ന ചില സഭയിലൊക്കെ വലത്ത് കാലെടുത്ത് മുന്നോട്ട് വെച്ചാട്ടെ, അപ്പൊ അടുത്ത വർഷത്തിലോട്ട് നമ്മൾ കയറുക. എന്റെ ചർച്ചിൽ ഇപ്രാവശ്യം ഗസ്റ്റ് വന്നു. ചർച്ച ഗസ്റ്റ് വന്നപ്പോ പറഞ്ഞു, പാസ്റ്റേ ഞാനത് ചെയ്തോട്ടെ, ഞാൻ ചെയ്തോളാൻ പറഞ്ഞു. എനിക്കറിയാം എത്ര കാല് വെച്ചാൽ എത്രമാര് വരുമെന്ന് എനിക്കറിയാം. കാലിനകത്തൊന്നും കാര്യമൊന്നുമില്ല. മുന്നോട്ട് കാല് വെക്കുകയും ചെയ്യും. ഇവനെ സവാരാലേക്കും വരത്തില്ല, സൺഡേ സ്കൂളിലും വിടത്തില്ല. എത്ര എണ്ണം വരുമെന്ന് എനിക്ക് ഞാൻ പാസ്റ്റർ പറഞ്ഞു, നിർബന്ധമാണ് വെച്ചോളാൻ പറഞ്ഞു. ഒരമ്മാമ എന്ത് ചെയ്യുന്നറിയാമോ? ഞങ്ങളുടെ സഭയിലൊരു അമ്മാമ ഈ വലത് കാലെടുത്ത് മുന്നോട്ട് വെച്ച് ചിലരൊക്കെ ഉണ്ട് 2 കാല് മുന്നോട്ട് വെച്ചാൽ കയറി. ഈ അമ്മാമ മുന്നോട്ട് വെച്ച കാല് പിന്നെ പുറകോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ അങ്ങനെ നിന്നോളാം. വല്ല പിടി കിട്ടുന്നുണ്ടോ? അതിനർത്ഥം എന്താ ചോദിച്ചാൽ, അവർക്കറിയാം ഞാൻ സഭാരാധന വരത്തില്ല. അവരെ ഞാന് സ്വതന്ത്രം തിരക്കി പിടിച്ചു പോകുമ്പോൾ അവരിവിടെ അങ്ങേ മല ചാടുന്നതാണ്. സ്വതന്ത്രം പറയാമോ? ഒത്തിരി റിസ്ക് എടുത്തത്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈ 2026 ആരും തിരക്കി പോകണ്ട, നിനക്കുള്ളതിനെ നിന്റെ പൂണിക്കകത്ത് ഞാൻ കൊണ്ട് തരുമെന്ന്. ഒരാമയും പറയാമോ?
ഹല്ലേലൂയ. രക്തത്താൽ വചനത് 2026 നിന്റെ ഒത്തിരി അലച്ചലുകൾ മാറണം. ഞാൻ ആത്മവിച്ചലെ കണ്ടിട്ട് പറയുന്നു, നീ അലഞ്ഞ വ്യക്തിയെ, പക്ഷെ നിന്റെ അലച്ചലുകൾ മാറിയിട്ട് ദൈവ കരുതൽ നീ വീട്ടിയിരുന്ന് കാണാൻ പോവാ. ഒരാമേ പറയാം. ഒത്തിരി ഓടിയതല്ലേ ഇല്ലേ? ഒത്തിരി ഓടിയതല്ലേ? 2025 നീ അനുഭവിച്ച ഡിപ്രഷൻ, നീ അനുഭവിച്ച വേദന, നീ അനുഭവിച്ച ബുദ്ധിമുട്ട്, ഇന്ന് രാത്രി കർത്താവ് നിന്റെ വീടിനകത്ത് മഹത്വം ഇറങ്ങാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ വീടിനകത്ത് ഇന്നലകളിൽ അലച്ചൽ അനുഭവിച്ച ദൈവ പൈതലെ, നിനക്ക് വേണ്ടി സ്വർഗം ചാഞ്ഞിറങ്ങുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവജനം ഒരുമിച്ച് ചേർന്ന് പറഞ്ഞാട്ടെ, എനിക്ക് മുമ്പിറങ്ങുന്ന ഒരു കർത്താവ്. റിമന ചുഡ രഹസി റമന ഘടകസ്മി ആംതൽക്കമാസിയ. കൊച്ചുമോൻ ആൻഡ് ബീന രണ്ടുപേരും കരം കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇറങ്ങാൻ പോവാ. നിങ്ങൾക്ക് എവിടെയോ കെട്ടപ്പെട്ട് കിടന്ന് നിങ്ങൾ ആ പരിശ്രമം നടത്തി, നിങ്ങൾ ഓടി, നിങ്ങൾ ഒത്തിരി റിസ്ക് എടുത്ത് പരിശ്രമം നടത്തിയ പലതിനകത്തും നിങ്ങൾക്ക് ജയമെടുക്കാൻ കഴിയാതെ നിങ്ങൾ തലകുനിച്ച് നിന്ദിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട കിടക്കുക. കർത്താവ് പറയുന്നു, ഭാരപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഈ 7 ദിവസം പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് മുമ്പ് ഇറങ്ങുന്ന കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടാൻ പോവാ. നിങ്ങൾ ഇന്നലകളിൽ അടഞ്ഞല്ലോ എന്ന് ചിന്തിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ചില വിഷയത്തിന്റെ ചില മറുപടികൾ നിങ്ങളുടെ കൂടാരത്തിനകത്ത് ഇറങ്ങി എന്റെ കർത്താവ് ചെയ്യും. വിശ്വസിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞു. ഒഴുക്കുന്ന കണ്ണുനീരൊന്നും ചെറുതല്ല. ഹല്ലേലൂയ. ഞാൻ ഈ രാത്രി ചിലരോട് വ്യക്തമായി പറയുന്നു, നമ്മൾ ഈ കണ്ണുനീര് ഒഴുക്കി ഒത്തിരി പാർട്ടികൾ, ഒത്തിരി ആൾക്കാരിനകത്തുണ്ട് കണ്ണുനീര്. നമ്മള് ചിലപ്പോ ചിന്തിക്കും, നമ്മളെ ചിലര് കരയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ബിന്ദു ബൈജുസൈ ആ ദൂത് ഞാൻ അങ്ങോട്ട് കൈമാറുന്നു, പ്രാർത്ഥിച്ചോണേ. ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ചിലര് കരയിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മനപ്പുറം ചുമ്മാതെ കരയുന്ന കള്ളക്കരച്ചിൽ കരഞ്ഞ അത് വലിയ ദൈവത്തിന് പ്രസാദമൊന്നുമില്ല. പക്ഷെ ചിലര് നമ്മളെ മനപ്പുറം കരയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ മറന്നു. പക്ഷേ ആ ഒഴുക്കിയ കണ്ണുനീരിന്റെ വിലയുണ്ടല്ലോ, നമ്മളെ കരയിപ്പിച്ചവർ കൊടുക്കേണ്ടി വരും. ഒരു നല്ല രാമയും പറഞ്ഞാട്ടെ. മനസ്സിലായോ? സംഭവം മനസ്സിലായോ? നമ്മളെ കരയിപ്പിച്ചവർ ഒത്തിരി പേരുണ്ട്. നല്ല അമേൻ. ഒരു ബുക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ 200 പേജ് ഒന്നും പോരതിന് 2026 എഴുതിയാൽ. അത്ര കരഞ്ഞുണ്ട്. കരഞ്ഞോട് പറ, എടാ ഞാൻ ഒഴുക്കിയ കണ്ണുനീര് നിനക്ക് നാളെ ഇത് തലവേദനയാകാൻ പോവാ. നിന്നെ കാരണമില്ലാത്തതിന്റെ പേര് നിങ്ങളെ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മഹത്വം നിങ്ങൾ കാണും. വിശ്വസേ, ഇന്ന് രാത്രി ദൂതത സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇന്നലകളിൽ അനന്യനായി ഇറങ്ങിയ കർത്താവ് ഈ വർഷം ചില വിഷയത്തിനകത്ത് നിങ്ങൾ പോലും അറിയാത്ത ഡീലിംഗ് ചെയ്യാൻ പോവാ. പരിശുദ്ധാത്മാവ് ഈ രാത്രി വ്യക്തമായി വിളിച്ചു പറയുന്നു, ദൈവിക പദ്ധതികൾ നിങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ സമയാമാൻ രഥം പാടാൻ വേണ്ടി പെട്ടിക്കകത്ത് അടയ്ക്കപ്പെട്ട കല്ലറയ്ക്കകത്ത് ഒതുക്കിക്കെട്ടാം ദുഷ്ടൻ പദ്ധതിയിട്ടപ്പോൾ അന്ന് കർത്താവ് പറഞ്ഞു, ഞാൻ അനന്യനാ, അതുകൊണ്ട് നീ തകർന്നു പോകത്തില്ല. നമ്മളെ നിർത്തിയതാണെങ്കിൽ 2026 ശ്രേഷ്ഠകരമായ ചില ശുശ്രൂഷകൾ ചെയ്യാൻ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, പലരും വീണുപോയിടത്ത് എഴുതി ചേർക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ ഈ കാലഘട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. കൃപയോടെ പ്രാർത്ഥിച്ചു. കർത്താവ് വേദിക തുറക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയം. പലരും വീണുപോയി കേട്ടോ. 2025 ഓടിയ പലരും 2026 ശുശ്രൂഷ കേറുന്നില്ല. പലരും വീട്ടിൽ സ്വതം ഒതുങ്ങിപ്പോയി. പക്ഷെ ആ സ്ഥലത്തെ വിടവ നികത്താൻ വേണ്ടി ബിന്ദു ബൈജു എന്ന് പറയുന്ന ദൈവദാസിയെ കർത്താവ് എഴുന്നേൽപ്പിച്ചാൽ അതിന് ഇതിനകത്തൊന്ന് മഹത്വം കൊടുക്കാൻ തയ്യാറുള്ള ദൈവമക്കളെ സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ചിലതിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറത്തെടുക്കാൻ പോവാ. ഈ ദിവസങ്ങളിൽ ചില കുടുംബത്തിന്റെ മരണത്തിന് കെട്ടുപൊട്ടിക്കുക, ചില കുടുംബത്തിന്റെ ഡിപ്രഷന് കെട്ടുപൊട്ടിക്കുക. ഈ കാലഘട്ടത്തിനകത്ത് ദൈവം ചില വെളിപ്പാടിനെ നിറയ്ക്കുമെന്ന് ആത്മപടപെടുമ്പോൾ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ ഒരുമിച്ചൊന്ന് തയ്യാറായിക്കാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഞാനൊരു കാര്യം പറയട്ടെ. നയമാന്റെ വീട്ടിൽ ഒരു കുഷ്ഠരോഗി അല്ലെ, നയമാന് കുഷ്ഠം പിടിച്ചവനായിരുന്നു അല്ലെ. ആ നാട്ടിൽ ഒത്തിരി കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നല്ലോ, ഒത്തിരി പേരുണ്ടല്ലേ, ഇഷ്ടത്തിന് ആൾക്കാരുണ്ട്. പക്ഷെ ഒരുത്തന്റെ കുഷ്ഠം മാത്രം മാറാനേ അവിടെ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ വിധവങ്ങൾ ഒത്തിരി പേര് കാണാം. സാരാപത്തിൽ ഒരു വിധവ എടുത്തല്ലേ ദൈവം അയച്ചുള്ളൂ എന്ന് പറയുന്ന പോലെ ഇന്ന് രാത്രി കർത്താവിന്റെ ദാസി ബിന്ദു ബൈജസിനോട് പറയുന്നു, ഒത്തിരി പേരുണ്ടാകും. പക്ഷെ ചിലരെ മാർക്ക് ചെയ്ത ദൈവം ചിലരുടെ നടുവിൽ അയച്ച്
ദൈവം പ്രവർത്തിച്ച് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. കഴിഞ്ഞ ദിവസം കേട്ടോ ബീനാൻറ്റി എന്നോടൊരു പാസ്റ്റർ സ്തോത്രം വിളിച്ചു പറഞ്ഞു. ആ സ്തോത്രം ഞാൻ ഈ സൂമിനകത്ത് ഇങ്ങനെ തുറന്ന് പറയുന്ന പോലെ എങ്ങും പറയാറില്ല സ്തോത്രം, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, സ്തോത്രം പാസ്റ്ററെ, ഒത്തിരി സിസ്റ്റർമാരിപ്പം കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നു, ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്നു. അപ്പൊ ഞാൻ നോക്കി ഇദ്ദേഹം ഒരു 10-25 വർഷം കർത്താവിനെ ശുശ്രൂഷ ചെയ്യും. ഇവിടെ പറഞ്ഞു 1 വർഷമായിട്ട് എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. ആണോ, ഉപദേശിമാരെല്ലാം പെരക്കകത്ത് കയറി അടയിരിക്കുമ്പോ പ്രാർത്ഥിക്കുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ തയ്യാറുള്ളവരെല്ലാവരും സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മനസ്സിലായോ? ആമേൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ എന്നോട് കർത്താവ് ഇടപെട്ടൊരു ദൂത് പറയാം. അഭിഷേകം നഷ്ടപ്പെട്ടവനെ ദൈവം വീട്ടിലിരുത്തും, അഭിഷേകമുള്ളവനെ ഓടിച്ച് ദൈവം മാനിക്കാൻ പോവാം. ഓ രാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിന്റെ ഓട്ടം തീരത്തില്ല. നിന്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി നിന്നെ ഗിരികളിൽ നിർത്തുന്ന കർത്താവിനെ നീ ആരാധിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രിയിൽ ശുശ്രൂഷകളുടെ സഹോദരിമാരകത്തുണ്ടെങ്കിലും എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പബ്ലിക്കിൽ പറയുന്നു, ശുശ്രൂഷ എന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ ഓട്ടം തീരത്തില്ല. നിന്റെ കാലിനോട് പോരാടുന്ന, കൈകാലുകളോട് പോരാടുന്ന പൈശാചിക രോഗബന്ധനങ്ങളെ അഴിച്ചു മാറ്റി ഒരടുത്ത ലെവലിലേക്ക് നിന്നെ കയറ്റാം ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എനിക്കറിയില്ല. പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ ഈ 2026 നിങ്ങളെ അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം കയറ്റാൻ പോകുകയാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് കയറ്റാൻ പോകുക. നിൽക്കുന്ന ഇടം കുഴിഞ്ഞു പോകുന്നത് പോലെ, നിൽക്കുന്ന ഇടം തകർന്നു പോകുന്നത് പോലെ ഞാൻ ഇവിടെ നിന്ന് തീരത്തെയുള്ളെന്ന് പറഞ്ഞ് ചങ്ക് തുറന്ന് നിലവിളിച്ച അഭിഷേകത്തിന്റെ വിടുതലുകൾ ഇന്ന് രാത്രി നിങ്ങൾ കുടുംബമായിട്ട് ദൈവത്തിന്റെ തേജസ് വഹിക്കുന്നവരായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. ശക്തിയോടെ രാമേ പറയട്ടെ, അവന്റെ മഹത്വം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇറങ്ങുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയുന്നു, കുടുംബമായിട്ട് ക്രിസ്തുവിന്റെ മഹത്വം ചുമക്കുന്നവരെ നിങ്ങൾ മാറും. കർത്താവിന്റെ ഗ്ലോറി ചുമക്കാൻ ആരുമില്ലെന്ന്. ഹല്ലേലൂയ. നമുക്ക് ഗ്ലോറി ചുമക്കാൻ പലരും കാണും. കർത്താവിന്റെ ഗ്ലോറി ചുമക്കുന്നവരെ കർത്താവിന് ആവശ്യമാണ്. ഈ രാത്രി പരിശുദ്ധാത്മ പറയുന്ന ചിലരെ കർത്താവ് തൊടുന്ന് ഞാൻ പേര് പറയുന്ന ഒരു ആത്മാവിൽ ആരാധിച്ചോടെ. നിജു എന്ന് പറയുന്ന ഐഡിയിൽ വന്ന അവാൻസിന്റെ സഹോദരി എന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഇന്ന് രാത്രിയിൽ തമ്പുരാന്റെ മഹത്വം ചുമക്കുന്ന പെട്ടകമെടുത്ത് കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഭയങ്കര ലാഘവച്ച നോക്കാതെ ദൈവത്തിലൂടെ നിൽക്കുന്ന ഒരു മൈൻഡ് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവാ. പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ. ആരൊക്കെ കെട്ടിയാൽ അവന്റെ കെട്ടടിക്കുന്ന ഒരു അധികാര കൈമാറ്റം ഈ നാവിനകത്ത് ഇന്ന് രാത്രി ഇറങ്ങാൻ. ചിലരെ കർത്താവ് തൊടുകയോ കേട്ടോ, ദൈവത്തെ ചിലരെ തൊടുകയോ. ഒരു മാനുഷിക കരമല്ല, ഒരു ദൈവകരം ചിലരെ തൊടുകയാ. നീ ഇരിക്കുന്ന ഇടത്തെ മഹത്വം ഇറങ്ങുന്നു, നീ ഇരിക്കുന്ന മുറിക്കകത്തെ മഹത്വം ഇറങ്ങുന്നു. ഒരു തീജ്വാല പോലെ 7 ദിവസം പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രി ചിലരെ ദൈവം പുതപ്പിനെ നിറയ്ക്കാൻ പോവാ, അഭിഷേകത്തെ നിറയ്ക്കാൻ പോവാ. ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് ഇന്ന് രാത്രി ചിലരെ ചുമലിൽ വീണ ആർക്കും നീ പിടികൊടുക്കത്തില്ല. നീ കർത്താവിന്റെ അംബാസഡറായി പുറത്തു വരുമെന്ന് പരിശുദ്ധാത്മാവ് രാത്രി ആലോചന അറിയിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഈ മല്ലപ്പള്ളിക്ക് അടുത്ത് ഞാൻ പരസ്യത്തിന് പ്രസംഗിക്കുക. ഈ പരസ്യത്തിന് പ്രസംഗിക്കുമ്പോൾ ഒരു സ്വഭാവമുണ്ട്, ആരും സ്വതന്ത്രം പറയാനില്ല. അപ്പൊ നമുക്ക് അന്നൊരു സ്വതന്ത്രം വരുത്തില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങളെ കൂടി ചില സ്വതന്ത്രമൊക്കെ പറയിപ്പിക്കുന്നത്. അവിടെ സ്വതന്ത്രം പറയിപ്പിക്കാൻ വിട്ടാൽ ഓടിച്ചു കളയും. അപ്പൊ ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ എന്റെ മുമ്പിൽ കൂടി ഓടുന്ന മൈക്കിന്റെ കേബിളെ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊന്നും വന്നില്ല. അദ്ദേഹത്തിന് ചോദിച്ചു പറഞ്ഞു, എന്റെ ചെവിയിലോട്ട് പറഞ്ഞു, ഞാൻ ഒരു വിശ്വാസിയാണ്, മദ്യപാനിയാണ്, ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ നോക്കിയപ്പോ എന്നെക്കാളും സീനിയോറിറ്റിയാണ്. ഞാൻ സ്ഥാനപ്പെട്ടതിനേക്കാൾ വർഷങ്ങൾക്ക് സ്ഥാനപ്പെട്ടവന്. പിന്നെ സ്വതന്ത്രം ഇപ്പോ ഞാൻ പള്ളിയിൽ പോയിട്ട് കുറച്ച് നാളായി. സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ട് മദ്യപാനിയാണ്. മദ്യം കഴിച്ചവൻ നിൽക്കാൻ വയ്യ, അവൻ ഓടി. എന്റെ ചിന്ത പറഞ്ഞാൽ ഇന്ന് എനിക്ക് തോന്നിയ നടനോടി കിടക്കുന്ന മലമദ്യമാർ ഇത് പിന്നെ സ്നാനപ്പെട്ടവരാണെന്ന് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായോ? സ്തോത്രം. അപ്പൊ ഇന്നും സ്നാനപ്പെട്ടതിന് ശേഷവും പാപബന്ധത്തിലേക്ക് ഓടുന്ന ഒത്തിരി ഉള്ളപ്പോൾ വേർതിരിക്കപ്പെട്ട കൂട്ടത്തോട് ദൈവാത്മ പറയുന്നു, നീ കാത്തിരിക്കുന്നത് വൃഥാവല്ല.
ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുകയാണ്, സ്തോത്രം, നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോയി. ഈ ലോകത്തിന് അനുരൂപപ്പെടാനല്ല ദൈവം നിന്നെ വിളിച്ചത്, ദൈവ തേജസ്സിന് വേണ്ടി. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ചിലരെ അഭിഷേകം ചെയ്യാൻ പോകും. അനിറ്റ കോട്ടയം പ്രാർത്ഥിച്ചാണ് കർത്താവിന്റെ ദാസി, ഇന്ന് രാത്രി ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്താൽ ആ അഭിഷേകം നിന്റെ തലമുറയിലേക്ക് നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? ആ പദം വന്ന് വിശ്വസിക്കുന്നത്, എന്റെ അഭിഷേകം എന്റെ തലമുറയെ യൂസ് ചെയ്യാൻ പോവാ, എന്റെ അഭിഷേകം എന്റെ തലമുറയിലേക്ക് വ്യാപരിക്കാൻ പോവാ. ഇവിടെ പ്രവാചകൻ വീട്ടിൽ വന്നില്ലേലും പ്രവാചകി വീട്ടിൽ വന്നില്ലേലും എന്റെ മേൽ കിട്ടിയ അഭിഷേകം എന്റെ തലമുറയിലേക്ക് ഞാൻ വ്യാപരിക്കുന്നു എന്ന് പറയുന്ന അമ്മമാരുണ്ടെങ്കിൽ ചേർന്ന് കർത്താവിനെ നന്ദി പറഞ്ഞിട്ട് പറ, എനിക്ക് മുമ്പായിട്ട് ഇറങ്ങുന്ന ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ആമേൻ. ഞാൻ അനന്യനാ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വചനം പഠിച്ചപ്പോ ഒത്തിരി ചിന്തകളൊക്കെ പരിശുദ്ധാത്മ തരുന്നു. ഇവിടെ യോശുവ യെരിഹോവിന്റെ തീരത്തിരിക്കുക, യെരിഹോ കോട്ട. കർത്താവ് പറഞ്ഞു, നീ യെരിഹോവിന്റെ കോട്ട നിന്റെ മുമ്പിൽ തകരും, നിന്റെ മുമ്പിൽ വീഴും. സ്തോത്രം. കർത്താവ് ആമേൻ പിന്നെ യോശുവോട് പറഞ്ഞു, ഞാൻ മോശയുടെ കൂടെ ഇരുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്റെ കൂടെ ഇരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, അതുകൊണ്ട് നീ മിടുക്കനായിട്ട് നിന്നോണം. ദൈവകാൽ ദുരിതം നിന്റെ നേരെ നിൽക്കത്തില്ല. ധൈര്യമായിട്ട് വാഗ്ദത്തം കൊടുത്ത് യോശുവയെ അയച്ചു. യോശുവ അങ്ങോട്ട് ചെയ്ത ആദ്യത്തെ മിനിസ്ട്രി എങ്ങോട്ടാണ്? യെരിഹോവിന്റെ കോട്ട തകർ. നല്ല ടാസ്ക് ആകട്ടോ. സ്തോത്രം. നമുക്ക് യെരിഹോവിന്റെ കോട്ട തകർക്കാന്നുള്ളത്, ഇത് തകർത്താലേ അടുത്ത ശുശ്രൂഷയുള്ളൂ. സ്തോത്രം. പക്ഷെ അവന്റെ ഇപ്പോഴത്തെ പ്രശ്നം യെരിഹോവ. എന്റെ ചിന്ത പറഞ്ഞാൽ വചനം വായിക്കുന്നത്, അവൻ യെരിഹോവിന്റെ അരികെ ഇരിക്കുമ്പോൾ, ആ പദം വെച്ച് ചിലരുടെ ദൂത് പറയാൻ ഞാൻ ആഗ്രഹിക്കുക, കർത്താവ് തരുന്ന ഒരു ആലോചന പറയാൻ ആഗ്രഹിക്കുക. യെരിഹോവിന്റെ സമീപത്തിരിക്കുമ്പോൾ എന്നൊരു വാക്യമാണ്. അതിനകത്ത് ചോദിച്ചാൽ ഇപ്പോഴത്തെ അവന്റെ പ്രശ്നം യെരിഹോവ. ഒരു വലിയ പ്രതിസന്ധിക്കകത്ത് അവൻ നിൽക്കുകയാ. ഇത് ഇടിഞ്ഞു കളഞ്ഞെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ചിലരെ കർത്താവ് കാണുകയാ. വല്ലാത്തൊരു പ്രതിസന്ധിക്കകത്ത് ഇത്രയൊക്കെ ഓടിയിട്ടും ഈ പ്രതിസന്ധിക്കകത്ത് എനിക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ പ്രതിസന്ധി അധിക ദിവസം നിൽക്കത്തില്ല. നിന്നോട് വാക്ക് തന്നത് ദൈവമാണെങ്കിൽ ഈ പ്രതിസന്ധി നിന്റെ മുമ്പിൽ നിന്ന് മാറാൻ പോവാ. എത്ര പേര് ആമേൻ പറയുന്നു? ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി, ആമേൻ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി യെരിഹോവാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി സ്വർഗം ചലിക്കുന്ന രാത്രിയാ. റിമാന തുരാലഗസി അർത്ഥമാന വൈഡപ്രമനഗസി. മക്കളെ, ദൈവ ശക്തമായി പറയുന്നു, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ ജയമെടുക്കാൻ പോകുക. നീ എത്രയൊക്കെ പ്രതികൂലത്തിൽ നിന്നാലും ഇന്ന് രാത്രിയിൽ ചിലരെ കർത്താവ് തൊടുന്നു. നിന്റെ പ്രതിസന്ധി നിനക്ക് വലുതാ, നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ 2026 15-ാം ദിവസം നീ അനുഭവിക്കുന്ന വേദനകളെ നിന്റെ മുമ്പിൽ തോൽക്കുവറാക്കുന്ന അഭിഷേകം ഈ രാത്രി ചിലരെ മീതെ ദൈവത്തിന് അഭിഷേകമായിട്ട് രാത്രി വെളിപ്പെടാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇപ്പൊ വലിയൊരു പ്രതിസന്ധിക്കകത്ത ചില കർത്താവിന്റെ ആത്മാ പറഞ്ഞല്ലേ, വലിയൊരു പ്രതിസന്ധിക്കകത്ത്. ഈ പ്രതിസന്ധി മാറിയാൽ ഞാൻ രക്ഷപ്പെട്ടനെ അല്ലേ? സ്തോത്ര. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് രാത്രിയിൽ മനീഷ് മോളെ ഒന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവിന്റെ ആത്മാവ് രാത്രി സ്പർശിക്കുക. നിന്റെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നൊരു പ്രതിസന്ധിയുണ്ട്. ഈ പ്രാർത്ഥനയിൽ അത് നിന്റെ മുമ്പിൽ മറിഞ്ഞു വീഴാൻ പോകട്ടോ. നിന്റെ മുമ്പിൽ അത് മാറിപ്പോ. ആ വചനത്തിന്റെ ദൂതൂടെ പറഞ്ഞ് വചനം കൂടെ പറയുമ്പോഴേ ദൂത് നിങ്ങൾക്ക് പിടികിട്ടും. ആമേൻ. സ്തോത്രം. വചനം ഇങ്ങനെ വായിക്കുന്നത്, അവൻ യെരിഹോവിന്റെ തീരത്തിരിക്കുക, യെരിഹോവിന്റെ സമീപത്തിരിക്കും. ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? സ്തോത്രം. ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? യെരിഹോവിന്റെ സമീപം. എന്താ നിന്റെ പ്രശ്നം? യെരിഹോവ. എന്താ കർത്താവ് പറഞ്ഞത്? ഇടിച്ചു കളയും. ആരോടാ പറഞ്ഞത്? നിന്നോട്. പക്ഷെ നിന്നിൽ കൂടെ തന്നെ നാം മഹത്വം ഇറങ്ങാൻ പോവാ. എത്ര പേര് നല്ലൊരു ആമേൻ പറയാൻ തയ്യാറുണ്ട്? നിന്റെ ഇപ്പൊ നിൽക്കുന്ന പ്രതിസന്ധി നിന്നെ കൊണ്ട് പോകുന്നല്ല, അതിന്റെ മീതെ നിന്നെ കൊണ്ട് ജയമെടുപ്പിക്കാൻ ദൈവം വെച്ച ഉപവാസ പ്രാർത്ഥനയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ഒരു മഹത്വം ചലിക്കാൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിനകത്ത് ശുശ്രൂഷിക്കാൻ എന്നെ ഒരാൾ വിളിച്ചു. സൂം മീറ്റിംഗ്, അമേരിക്കന്റെ സൂം മീറ്റിംഗ്. ഒത്തിരി ആൾക്കാർ കൂടുന്ന മീറ്റിംഗ്. ആമേൻ. ഒത്തിരി ആൾ കൂടുന്നതിനേക്കാൾ കുറച്ച് ആളുണ്ടെങ്കിൽ അത് നല്ലത് എനിക്ക് തോന്നുന്നു. സ്തോത്രം. എങ്കിലും ഞാൻ പറയട്ടെ. എന്നോട് ചോദിച്ചു, പാസ്റ്റർ പേരെന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ പേര് പാസ്റ്റർ ജെയ്സൺ എന്നാണ്. ഞാൻ ഇൻഷലി ചോദിച്ചു, പറഞ്ഞു. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞു. വൈഫിന്റെ പേരെന്താ ചോദിച്ചു. ഞാൻ എന്റെ വൈഫിന്റെ പേര് പറഞ്ഞു. മക്കൾ എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു 2 പേര്. ചർച്ച് എവിടെയാ? ഞാൻ പറഞ്ഞു റാന്നിയില്ല. ലൊക്കേഷൻ ഉണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞു ഇനി നിങ്ങളുടെ സൂമിൽ ശുശ്രൂഷിക്കാൻ എനിക്ക് താല്പര്യമില്ല.
ഇനി അവസാനം പിന്നെ ചോദിക്കും എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ചോദിക്കും, പിന്നെ എനിക്ക് എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ചോദിക്കും. ഇങ്ങനെയുള്ള ശുശ്രൂഷയൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഇന്നും എന്റെ പുറകെ നടക്കാൻ ശുശ്രൂഷിക്കാൻ വേണ്ടി സ്തോത്രം ഇങ്ങനെയൊക്കെ ചിലത് ഓടുന്ന പരിപാടിക്കാരുണ്ട്. സ്തോത്രം നിങ്ങൾ ആരെയും ചകയേണ്ട ആവശ്യമില്ല. കർത്താവിനെ നിയോഗിക്കപ്പെട്ടവനകത്ത് വന്നിരിക്കും, അവൻ കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ടിരിക്കും. എത്ര പേര് ആമേൻ പറയും? ഞാൻ എത്ര നിങ്ങളെ റെസ്പെക്ട് ചെയ്ത് ഇത്രയും പേരെ ഞാൻ ബഹുമാനിച്ച് സംസാരിക്കുക. ഞാൻ പറയട്ടെ, എനിക്കില്ലാത്ത ശുശ്രൂഷ ഉള്ളവർ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്റെ മേൽ പകരാത്ത എന്തോ പലതും നിങ്ങളുടെ മേൽ പകർന്നവരാ. ആരും നിസ്സാരക്കാരല്ലെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഈ സ്തോത്രം ഈ പ്രാവശ്യം ഞാൻ ചില സമയത്ത് ആരെയിലേക്ക് വിളിക്കാറുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാറുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. നിശ്ചയമായും അന്യോന്യമുള്ള പ്രാർത്ഥനയാണ് കൃപയിൽ എത്രത്തോളം നിർത്തിയതെങ്കിൽ ഈ യെരിഹോവ് നിന്റെ മുമ്പിൽ വീഴും. ഞാൻ ആത്മാവിന്റെ ദൂത് കൈമാറി പരിശുദ്ധാത്മ പറയുന്നു, അവൻ യെരിഹോവിന്റെ തീരത്തിരിക്കുന്ന സമയത്ത് ഇവൻ ആകപ്പാട് നിരാശപ്പെട്ടിരിക്കുക. ഇവന്റെ വിഷയം യെരിഹോവിൽ കോട്ട തകർക്കാന്നുള്ളതാ. പക്ഷെ ഇതിന്റെ തീരത്തിരുന്നപ്പോൾ ഇവന്റെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കുന്നു. കണ്ണ് തുറന്ന് നോക്കിക്കേ, കണ്ണ് തുറന്ന് നോക്കി കണ്ടതെന്നു ചോദിച്ചാൽ അവ ദൈവത്തിന്റെ ദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായിട്ട് എന്ത് ചെയ്തു നിൽക്കുന്നു. ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്നവനെ കണ്ടിട്ട് യോശുവ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ അവരുടെ പക്ഷക്കാരനാണോ എന്റെ പക്ഷക്കാരനാണോ? ഇന്നും അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. നീ അവരുടെ പക്ഷക്കാരനാണോ? ഇപ്പൊ മൊത്തം പക്ഷമാണ്. ചില സമയം ചെന്നാൽ പാസ്റ്ററുടെ പക്ഷം ഒന്ന്, പാസ്റ്റർമാരുടെ പക്ഷം വേറെയൊന്ന്, സെക്രട്ടറിയുടെ പക്ഷം വേറെയൊന്ന്, എല്ലാ പക്ഷം പിടിക്കുന്നവരെ അടിച്ച് ദൈവം തറയെ കളഞ്ഞിട്ട് ദൈവസഭയെ ദൈവം പുറത്തു കൊണ്ടുവരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. രക്തത്താൽ ക്ഷേമെടുക്കുന്നത്. അതുകൊണ്ട് ഈ യോശുവ ചോദിച്ചൊരു കാര്യമുണ്ട്, നീ അവരുടെ പക്ഷക്കാരനാണോ നീ എന്റെ പക്ഷക്കാരനാണോ? അതിനേക്കാളും ദൂതനല്ലേ? ദൂതൻ പറഞ്ഞു, ഞാൻ നിന്റെ പക്ഷവുമല്ല, ഞാൻ സ്വർഗത്തിലെ സമയാധിപന. ആ പദം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോണം. ആമേൻ. യോശുവ പറഞ്ഞു, ഞാൻ സൈന്യാധിപന, അനർത്ഥം സൈന്യത്തിന്റെ അധിപന. ഒരു ദൂത് ബീനയോട് ഞാൻ കൈമാറി എന്ന് പ്രാർത്ഥിച്ചോണം. ആന്റി കർത്താവിന്റെ അർത്ഥം പറഞ്ഞ സൈന്യാധിപൻ ഇറങ്ങിയെങ്കിൽ ഓർത്തോണം. ഒന്നോട് പറഞ്ഞാൽ സൈന്യാധിപനാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നെങ്കിൽ ഓർത്തോണം, ഇതിന്റെ പുറകിൽ നമുക്ക് വേണ്ടി ഒരു സൈന്യം ഇറങ്ങിയിട്ടുണ്ട്. ഒരാമി പറയാമോ? മുഖ്യമന്ത്രി വരുന്നിടത്ത് മുഖ്യമന്ത്രി തന്നെ വന്നിട്ട് പോകത്തില്ല, MP വരുന്നിടത്ത് MP തന്നെ വന്നിട്ട് പോകത്തില്ല. എങ്കിലും സൈന്യാധിപൻ ബീനയാന്റിയുടെ വിഷയത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ എണ്ണിക്കൂടാത്തൊരു സൈന്യമുണ്ട്. ഉറപ്പുള്ളവർ മാത്രമേ കർത്താവിനെ സ്തോത്രം പറഞ്ഞിട്ട് പറഞ്ഞ, ഞാൻ സൈന്യാധിപനെ കണ്ടിട്ടുള്ളൂ, പക്ഷെ എനിക്കൊരു സൈന്യത്തെ എന്റെ ദൈവം ഇറക്കിക്കൊണ്ടിരിക്കുകയാ. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരമടിച്ച് എന്റെ കർത്താവിനെ ആരാധന ദൈവത്തിന് കൊടുത്താട്ടെ. എനിക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സൈന്യമുണ്ട്, അത് തമ്പുരാൻ ഇറക്കിയ സൈന്യമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ കണ്ടത് സൈന്യാധിപനെയാണ്. ഇതിന്റെ പുറകിലോട്ട് നോക്കപ്പെടാൻ സൈന്യാധിപൻ എന്റെ മലയാള ഭാഷ പറഞ്ഞാൽ സൈന്യാധിപൻ ഇറങ്ങിയ സൈന്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് ആള് കുറയത്തില്ല, ആള് വർദ്ധിക്കാൻ പോവാ. ഹല്ലേലൂയ പറഞ്ഞാട്ട് ആള് വർദ്ധിക്കാൻ പോവാ. തമ്പുരാന്റെ കൃപയിൽ പറയട്ടെ, എവിടെയൊക്കെ ദുഷ്ടപിശാച് തകർത്ത് കളയുമ്പോൾ എന്നോട് കർത്താവ് പറയുന്നു, കർത്താവിന്റെ ദാസി നിങ്ങൾക്ക് വേണ്ടി സൈന്യാധിപൻ ഇറങ്ങാൻ പോവാ. ആ പദം ഒന്നുകൂടെ ഞാൻ പറയുന്നു. അജയനച്ച ശക്തമാണ്, അജയച്ച ശക്തമാണെന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് വേണ്ടി ഒരു സൈന്യം ഇറങ്ങാൻ പോവാ. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഒരു സൈന്യം ഇറങ്ങാൻ പോവാ. നിങ്ങൾ ഒറ്റപ്പെട്ടല്ല, നിങ്ങളെ എവിടെയോ ഒറ്റപ്പെടുത്തി കളയാൻ പിശാച് കാട്ടിനകത്തും കൺമൂലയ്ക്കകത്തും ഗുഹയ്ക്കകത്തും ഒതുക്കാൻ നോക്കുമ്പോൾ ദൈവം നിങ്ങളെ പട്ടണവാസിയാക്കി മാറ്റാൻ ഒരു സൈന്യത്തിന്റെ അകമ്പടിയോടെ നിങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ വിടുതലിന്റെ ദൈവമാണ്. ഈ കാര്യം അങ്ങോട്ട് പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ സൈന്യാധിപൻ വന്ന് നിൽക്കുക. കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, ഞാൻ സൈന്യാധിപനാ. പുറകോട്ട് എന്റെ ചിന്ത പറഞ്ഞാൽ സൈന്യാധിപൻ വന്നപ്പോൾ സൈന്യാധിപൻ വന്നു കഴിഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ ഈ സൈന്യം മുഴുവനും ഉണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ വിഷയത്തിനകത്ത് നിങ്ങൾ ഒറ്റയാണെന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ കൂടെ തമ്പുരാൻ ആളെ ഇറക്കും. രാമൻ പറഞ്ഞാട്ടെ കാലിൽ ആളെ ഒരു സൈന്യം നിങ്ങളുടെ കൂടെ ഇറങ്ങാൻ പോവാ. നീ തനിച്ചാണെന്ന് പറയരുത്. നിന്റെ വിഷയത്തിനകത്ത് സൈന്യം ഇറങ്ങാൻ പോവാ. എത്ര പേര് രാമൻ പറയും? നീ ഒറ്റപ്പെട്ട് നേരിട്ട ചില വിഷയങ്ങളുണ്ട്, ഒറ്റയ്ക്ക് നിന്ന് വെട്ടിയെടുത്ത വിഷയങ്ങളുണ്ട്, ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തെടുത്ത വിഷയങ്ങളുണ്ട്, ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്ത വിഷയമുണ്ട്. പക്ഷെ നിന്റെ കൂടെ യുദ്ധം ഞാൻ വീട്ടുകാര് വേണ്ട, കൂട്ടുകാര് വേണ്ട, രക്തബന്ധങ്ങൾ വേണ്ട, പകരം നിനക്ക് വേണ്ടി സൈന്യത്തെ തമ്പുരാൻ ഇറക്കാൻ പോവാ. എത്ര പേര്
വിശ്വസിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന ഒരു സൈന്യം നിന്റെ മീറ്റിങ്ങിനകത്ത് ഇറങ്ങി വന്ന് നിന്നെ ജയത്തോടെ പുറത്തു കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ ഇടപെടുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഈ ദിവസങ്ങളൊക്കെ വചന പഠനത്തിലായിരുന്നപ്പോൾ ഒത്തിരി കാര്യം പരിശുദ്ധാത്മാവ് അറിയിച്ചത്, ഒന്ന്, നിനക്ക് വേണ്ടി സൈന്യം ഇറങ്ങാം. ബീനാൻറ്റി പ്രാർത്ഥിച്ചോണെ, സൈന്യം ഇറങ്ങും കേട്ടോ. സൈന്യാധിപനെ കണ്ടു. ഒന്നുകൂടെ പറയാം, ആ കുടുംബം ഒന്ന് ഏറ്റെടുത്ത അഭിഷേകം ഒന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവ് അങ്ങനെ വെളിപ്പാടാ കൈമാറുന്നത്. ഈ സൈന്യാധിപനെ കണ്ടിട്ട് മുന്നോട്ട് പോയപ്പോഴത്തന്നെ സ്തോത്രം, കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, നിങ്ങൾക്ക് കാഹളം ഊതണം. 7 ദിവസമാണ് സമയപരിധി. 7-ാം ദിവസം 7 വട്ടം അങ്ങോട്ട് കറങ്ങിട്ട് കാഹളം ഊതിയാൽ ഈ കോട്ടം തകരും. പലരും പറഞ്ഞു കാണും, ഈ കാഹളം മുതിൽ എന്നോ നടക്കാന്, കാഹളം മുതിയ നടക്കും. രാമൻ പറയാൻ ശക്തിയോടെ എന്റെ ചിന്ത പറഞ്ഞാൽ പിന്നെ ആന്റി ഞാനൊന്ന് ശ്രദ്ധിച്ചോണം. ഈ വലിയ വൻമതിൽ ഇങ്ങനെ നിൽക്കുക, ഇത് കാഹളം മുതി അതിങ്ങോട്ട് വീണാൽ ഇത് നമ്മുടെ മണ്ടലാണ്, നമ്മുടെ മുകളിലേത് വീഴത്തുള്ളൂ. അങ്ങോട്ട് വീണാൽ സ്തോത്രം ഹല്ലേലൂയ. എന്താണെന്നറിയാമോ, വീട് കഴിഞ്ഞ പിന്നെ അതൊന്ന് നികത്തണം, JCB ഇറക്കണം, നികത്തണം. ആ വലിയ മതിൽക്കെട്ട് വീട് കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ? ഇത് ചെറിയ മതിലൊന്നും അല്ല കേട്ടോ. സ്തോത്രം ഹല്ലേലൂയ. 4 വണ്ടി ഒരു പരുവത്തിൽ വൺ സൈഡ് ഓടുന്ന നിലവാരത്തിൽ അത്ര വീതിക്കുള്ള മതില. സ്തോത്രം. ഇത് വീണാൽ പിന്നെ ഈ ആയുസിൽ, ഈ ആണ്ടിൽ, ഈ 2026 നിങ്ങൾ കരകയറത്തില്ല. ചെയ്ത കാര്യം കേൾക്കണോ? സ്തോത്രം. എന്റെ ചിന്ത പ്രാർത്ഥന പറയും, കർത്താവിന്റെ ഒരു വെളിപ്പാട് നിങ്ങൾ കൈമാറുകയാണ്. ദൈവാത്ത പറയുന്നു, അങ്ങോട്ടും വീണില്ല, അതിങ്ങോട്ടും വീഴ ദൈവം ഭൂമിയെ പൊടിച്ചവനെ അകത്തോട്ട് ഇറക്കി വിട്ടെങ്കിൽ ആത്മാവ് ശക്തമായി പറയുകയാണ്, നിങ്ങളുടെ പ്രതികൂലം ഇനിയും നിങ്ങൾ കാണാത്ത വിധത്തിലാക്കി കളഞ്ഞിട്ട് ദൈവം നിങ്ങളെ അത്ഭുതമാക്കാം. യെരിഹോവിന്റെ കോട്ട ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് അത്ഭുതമാക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറ. നിന്റെ പ്രതികൂലത്തെ ദൈവം ഒന്നുമല്ലാതാക്കി മാറ്റാൻ പോകുകയാ. ഇന്ന് രാത്രി ചിലരുടെ ദൈവത്തിന്റെ ആത്മ പറയുന്നു, നീ പ്രതികൂലത്തെ കണ്ട് പേടിക്കേണ്ട, ആ പ്രതികൂലം നിന്റെ മുന്നിൽ വഴിമാറി പോകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു സൈന്യാധിപൻ നിന്റെ വീട്ടിനകത്ത് ഇറങ്ങിയാൽ ഭയങ്കര വിടുതല. നിന്റെ വിഷയത്തിനകത്ത് സൈന്യാധിപൻ ഇറങ്ങാൻ പോകും. ഞാൻ ആ താഴ്ചയിലെ കണ്ടിട്ട് പറയുന്നു, ഷൈബി മനോജ് പ്രാർത്ഥിച്ചാട്ടെ, നിങ്ങളുടെ വിഷയത്തിനകത്ത് ഒരു സൈന്യം ഇറങ്ങാൻ പോവാം. വീട്ടിൽ പിറന്നവരാരും വരണ്ട. ഞാൻ എപ്പോഴും പറയുന്നത്, വീട്ടിലുള്ളതൊക്കെ വരാതിരിക്കുകയാണ് ഒന്നുകൂടെ നല്ലത്. സ്തോത്രം ഹല്ലേലൂയ. ഉള്ള സന്തോഷ സമാധാനമായിട്ട് പോയിക്കോളും. ഈ കയറി വന്ന് ഉള്ള കഞ്ഞി പിന്നെ ആ പാടെ കഞ്ഞിക്കുടി പോലും മുട്ടിച്ചവരുണ്ട്. അതുകൊണ്ട് ഒത്തിരി എണ്ണത്തിൽ വലിയ പ്രവേശനം കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു. ചില വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പോ സ്തോത്രം ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലും, കായംകുളത്താ ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ അവിടെ ഒരു ബോർഡ് കണ്ടു, കാർ പോർച്ചിൽ അന്യർക്ക് പ്രവേശനമില്ല. അന്യർക്ക് പ്രവേശനമില്ല. അത് ബോർഡ് എവിടെ വെക്കുന്നതൊക്കെ അറിയാമല്ലോ. അന്യർക്ക് പ്രവേശനം ഇല്ല. സ്തോത്രം. ഞാൻ വെളിയിൽ വന്നപ്പോ ഫോൺ ചെയ്തു, ഞാൻ അന്യനാണല്ലോ, അന്യനും പരദേശിയാണല്ലോ, ഞാൻ കയറി ചെല്ലുകല്ലേ. ഞാൻ ചോദിച്ചു, അച്ഛാ ഇതെന്തോ ഈ ബോർഡ് എന്ന് പറഞ്ഞ്, ഞങ്ങളുടെ കുടുംബക്കാരും ഇങ്ങോട്ട് വരാതിരിക്കാൻ ഞാൻ വെച്ച ബോർഡാ. ഒരാമയും പറയാമോ? എന്റെ പെങ്ങന്മാരും ഇങ്ങോട്ട് വരണ്ട, എനിക്ക് 2 അനിയന്മാരും കൊണ്ട് കയറാതിരിക്കാൻ ഞാൻ വെച്ച ബോർഡാ. പാസ്റ്റർ പോരാൻ പറഞ്ഞു. വല്ല പിടി കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് ചില പാർട്ടികളൊക്കെ വീട്ടിൽ വരാതിരിക്കുകയാണ് നല്ലത്. മര്യാദയ്ക്ക് സമാധാനപരമായിട്ട് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ജീവിച്ചു പോകുള്ളൂ. ചിലത് ഇടയ്ക്ക് കയറുന്നതാണ് ഈ കുഴപ്പം. നല്ലൊരു ആമയും പറയാം. ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്. ഈ ചിലർ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ ആകപ്പാടെ പ്രശ്നം. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു, ദൈവം നിന്റെ ഹിതമില്ലാത്ത ഒന്ന് എന്റെ അടുത്തോട്ട് വരരുതേ, ദൈവത്തിന്റെ ഹിതമായത് മാത്രം വരണമേ. എന്റെ കുടുംബത്തെ കർത്താവ് നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര ആന്റിമാർ, എത്ര ആമേൻ അച്ചായമാർ, എത്ര അങ്കിളുമാർ, എത്ര ആന്റിമാരുണ്ട്. ഒരാമയും പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ കാര്യം തമ്പുരാൻ ഡീല് ചെയ്യും. നിന്റെ കുടുംബത്തിന്റെ കാര്യം കർത്താവ് അവിടെ നടക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും ഇടപെടുകയാണ്. ആമേൻ. ശ്രദ്ധിച്ചോണേ. ഈ നമുക്കറിയാം, ഒരു വീട്ടിൽ ഒരു പ്രാർത്ഥന നടക്കുക, ഒരു വീട്ടിൽ നല്ല പ്രാർത്ഥന. ആ വീടൊന്ന് പരിചയപ്പെടുത്താം. മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മയായിരിക്കുന്ന മറിയയുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മയായിരിക്കുന്ന മറിയയുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടക്കുക. ഈ പ്രാർത്ഥന എന്തിനാ ചോദിച്ചാൽ, പത്രോസിനെ പുറത്തു കൊണ്ടുവരാൻ. രാമൻ പറയുന്ന ശക്തിയോടെ പത്രോസിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഒരു വീട്ടില് പ്രാർത്ഥന നടക്കുക. ആമേൻ.
നമ്മുടെ സഭയില് നമ്മുടെ പാസ്റ്ററോ നമ്മുടെ പുരോഹിതന്മാർ ആരെങ്കിലും അടുത്ത ആഴ്ച മറിയമ്മയുടെ വീട്ടിലായിരിക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മറിയമ്മ എഴുന്നേറ്റ് പറയും, സോദരം ദൈവത്തെ ഓർത്ത് 6 മാസമായി സാലറി വന്നിട്ട് എന്റെ അച്ഛന് പണിയുമില്ല, മക്കളുടെ ശമ്പളവും വന്നില്ല, അതുകൊണ്ട് പ്രാർത്ഥന ഈ ആഴ്ചത്തെ മാറ്റി അപ്പുറത്തെ വീട്ടുകളിലോട്ടൊക്കെ വെച്ചോ, ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് മറിയമ്മ പ്രാർത്ഥന മാറ്റിവെക്കും. 2025 പ്രാർത്ഥന മാറ്റിവെച്ചവരൊക്കെ ഓർത്തോണം, വലിയ നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഏതിലും മറിയമ്മമാരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന വീട്ടിനകത്ത് വെച്ചോ. ചില പത്രോസുമാർ വിടുതൽ പ്രാപിക്കണം. നല്ലൊരു ഹല്ലേലൂയ പറയാൻ ശക്തിയോടെ ഇന്ന് രാത്രി പരിശുദ്ധന്റെ ചെളു പറയുന്നു, ആണ്ടിനും സംക്രാന്തിക്കുമല്ല പ്രാർത്ഥന, വീടിനകത്ത് പ്രാർത്ഥന നടക്കണം. എത്ര സൂം മീറ്റിങ്ങിനകത്ത് അറ്റൻഡ് ചെയ്താലും, എത്രയൊക്കെ സൂം മീറ്റിങ്ങിനകത്ത് കയറിയാലും, എത്രയൊക്കെ ദൂത് കിട്ടിയാലും വീടിനകത്ത് ആരാധന വെളിപ്പെടണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വീടിനകത്ത് ആരാധന ഇല്ലെങ്കിൽ ഇതിനകത്ത് എത്ര ഗ്ലോറി പറഞ്ഞാലും ദൈവം പ്രവർത്തിക്കത്തില്ല. എത്ര പേർ നല്ല രാമൻ പറയാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ഇതിനകത്ത് ഗ്ലോറി പറയണമെങ്കിൽ വീട്ടിലെ ആരാധനയ്ക്കകത്ത് മസ്റ്റായിരിക്കണം. ഈ രാത്രി ഏത് രാജ്യത്തിന് ശ്രദ്ധിച്ചാലും ഇന്ന് രാത്രി നിന്റെ വീടിനകത്ത് ആരാധനയുണ്ടോ? നിന്റെ വിഷയത്തെ സിഗ്നേച്ചർ പതിക്കാൻ പോകുകയാ. നിന്റെ വിഷയത്തെ തമ്പുരാൻ ഏറ്റെടുക്കാൻ പോകുകയാ. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരമുയർത്തി ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ 7 ദിവസം പ്രാർത്ഥനയില് കഴിയുമ്പോൾ വീടുകൾക്കകത്ത് പ്രാർത്ഥന വെക്കണം. നല്ല പ്രാർത്ഥന വെച്ച് ആരാധന വെച്ച് ജനം പുറത്തു വരണം, തലമുറ പുറത്തു വരണം. പക്ഷേ ചിലർക്കൊക്കെ ആരാധന സ്വാതന്ത്ര്യം ഇല്ലാത്ത വ്യക്തികൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ ചിന്തിക്കണം, പേഴ്സണലായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം. ഹസ്ബൻഡ് പ്രശ്നമുള്ളവരുണ്ട്, മക്കള് പ്രശ്നമുള്ളവരുണ്ട്, ഒരു ശബ്ദം കേട്ടാൽ നിന്റെ ഒന്ന് പ്രാർത്ഥന കേൾക്കില്ലെന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. അവരുടെ ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന നിന്റെ കൂടെ മുട്ടേ വന്നിരിക്കും. ആ വിധത്തിൽ അകത്ത് പ്രാർത്ഥന നടന്നോണം. ഈ രാത്രി ഞരങ്ങിയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് നീയും നിന്റെ കുടുംബവും ഒറ്റ പായലിരുന്ന് പ്രാർത്ഥിക്കുന്ന നിലവാരം ദൈവം അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ ശക്തിയോടെ ഒന്ന് സ്തോത്രം ചെയ്തിട്ട് പറ, ഹല്ലേലൂയ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ ആത്മാവിൽ ദൂതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു ഭാഗത്തോട് മടങ്ങി വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നത്, സ്തോത്രം, ഇവിടെ പത്രോസിന്റെ വിടുതലിന് വേണ്ടി ഇത് പ്രാർത്ഥിക്കുക. ചിലർക്ക് ഈ വിടുതൽ വരുമെന്നറിയാം, പക്ഷെ പെട്ടെന്ന് കിട്ടുമെന്ന് അറിയത്തില്ല, അല്ലെ? പത്രോസിന്റെ വിടുതലിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എല്ലാ അമ്മമാരും അച്ചായമാരും എല്ലാം ഗ്ലോറിയൊക്കെ പറയും, അതിശയമയൊക്കെ പാടി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ചു കഴിഞ്ഞപ്പോ പത്രോസ് വെളി വന്നു. പത്രോസ് എവിടെ വന്നു? വെളി വന്നു. രോധ എന്നുള്ള ഒരു പെങ്കൊച്ച്, രോധ, അവിടെ പേര് പണ്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഒരു സൂമിനകത്ത് പ്രസംഗിക്കുന്നുണ്ട്. രാധയാണ്. എന്താണ്? രാധയല്ല, രോധയാണ്. ചിലതിനൊന്നും വചനം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ചുമ്മാതെ കയറി വിളംബരം ചെയ്തില്ല. ഞാനും ആ മീറ്റിങ്ങിനുണ്ടാകും. ഞാൻ ആ മീറ്റിംഗ് ലീഡ് ചെയ്തത് നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. സ്തോത്രം. മീറ്റിംഗ് ലീഡ് ചെയ്ത് പറഞ്ഞു, സ്തോത്രം, ഒരു രാധയാ വന്ന് കണ്ടേന്ന് പത്രോസിനെ. രാധയല്ല, രോധയാ കേട്ടോ. വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോളും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് രോധ എന്ന് ഒരു സഹോദരി വന്ന് ഓടിച്ചെന്ന് മുറ്റത്ത് നോക്കിയപ്പോ പത്രോസ് വന്നിരിക്കുന്നു. അകത്ത് പ്രാർത്ഥിക്കുന്ന കൃപയുള്ള അമ്മാമ്മമാരുടെ അച്ചായന്മാരുടെ ഒക്കെ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ഇതാ വെളി വന്നിരിക്കുന്നു. പത്രോസ് വന്നെന്ന് പറഞ്ഞ് ഈ കൊച്ചിനെ എല്ലാരും കൂടെ പറഞ്ഞിരുന്നത്, ഈ അന്യഭാഷയൊന്നും ശരിയൊന്നും അല്ലെന്നേ. സോ ഈ ഗ്ലോറി പറഞ്ഞുള്ളത് ശരിയല്ല. എപ്പോഴും ഇതിനകത്ത് വന്നിരിക്കുന്നൊന്നും അത്ര ശരിയായ കാര്യമൊന്നും അല്ലെന്നേ. പറയുന്നവര് പറയും, പക്ഷെ നമ്മളെ ദൈവരാജ്യത്തിനകത്തായതുകൊണ്ട് നമുക്കിത് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. എത്ര പേര് ഇതിനകത്ത് വിശ്വസിക്കുന്നുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ എന്റെ ചിന്ത പറഞ്ഞാൽ ആ വീടിനകത്ത് എന്തെല്ലാം ഡിസ്കഷൻ നടക്കുക. ചിലർ പറയുന്നു ഇത്ര പെട്ടെന്ന് വീടുകളൊന്നും വരത്തില്ല. ചിലർ വിശ്വാസം കൂടിയുള്ളവർ പറയുന്നത് പെട്ടെന്നൊന്നും അങ്ങനെ വിടുതലൊന്നും നടക്കത്തൊന്നുമില്ല. അതൊക്കെ ചുമ്മാ ആൾക്കാർ, പ്രവാചകന്മാരൊക്കെ ചുമ്മാ വന്ന് വായിച്ചിലടിച്ചിട്ട് പോകുന്ന, അതൊക്കെ പെട്ടെന്ന് നടക്കാൻ പോകുന്നില്ല. ചിലർ പറഞ്ഞ കാര്യം ആര് പറഞ്ഞു പെട്ടെന്ന് വിടുതൽ നടക്കും? ചിലര് പ്രതീക്ഷ പോലല്ല അവിടെ വിടുതൽ നടന്നത്. ചിലർ ചിന്തിച്ചു ഉടനെങ്ങും വിടുതൽ നടക്കത്തില്ല, പത്രോസ് എന്നേലും പുറത്ത് വരുമെന്നറിയാം. സ്തോത്രം. പക്ഷെ കർത്താവ് പറയുന്നു, ചിലരോട് ദൈവാത്മ ദൂത് പറയാതെ, സ്തോത്രം, നീ വരച്ചതിനേക്കാൾ മുമ്പ്, നീ ചിന്തിച്ചതിനേക്കാൾ മുമ്പ് നിനക്കുള്ള വിടുതൽ നിന്റെ വീട്ടിൽ വരും. ഉറപ്പുള്ളവരെ മാത്രം സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവാത്മ പറയുന്നു, നിന്റെ സമയത്തല്ല വിടുതൽ, നിന്റെ സമയത്തിന് മുമ്പ്. ഓ റബന ഹദലഗഡഗസിയ, നീ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് നിനക്കുള്ള വിടുതൽ. ജെസി ബിജു ഒന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ വിടുതൽ നിങ്ങൾ പ്ലാൻ ചെയ്തതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ വീടറിഞ്ഞൊരു വിടുതൽ നിങ്ങളുടെ അകത്ത് നടക്കാൻ പോവാം.
അപ്പേ നിങ്ങളുടെ ഭവനം അറിഞ്ഞൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കാൻ പോവാ. ഇതുവരെ നടക്കത്തില്ലെന്ന വിധി പറഞ്ഞ ചിലതിനെ ദൈവം വിടുതലാക്കി മാറ്റാൻ പോവാ. നീതു ഡെന്നി പ്രാർത്ഥിച്ചോ. ഈ ദൂതൊന്ന് ഈ പേര് പറയുന്ന ആത്മാവിൽ പ്രതികരിച്ചാട്ടെ. പരിശുദ്ധാത്മ പറയുന്നു, സ്തോത്രം, നിങ്ങളുടെ വിടുതൽ, പ്രാർത്ഥനയുടെ വിടുതൽ, 2025 നടക്കേണ്ട വിടുതൽ, വേഗത, നിങ്ങളുടെ വീട് അറിയുന്ന വിടുതൽ. ഓ റമന ഹതന രീവ ശമാന സംധരാജന ഇന്ന് രാത്രി നടക്കുന്ന പ്രിയാഭാവു, ഈ രാത്രി ആ മകളെ പരിശുദ്ധാത്മ തൊട്ടിട്ട് പറയുന്ന, മകളെ, നിന്റെ കണ്ണുനീര് കണ്ട ദൈവം നിനക്ക് വേണ്ടി വിടുതൽ വേഗം നയിക്കാൻ പോവാണ്. സഡൻലി ആ ദൈവത്തിന്റെ വിടുതൽ നടക്കുമെന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറഞ്ഞ ആ വിടുതൽ ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്നവർ എന്റെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ആത്മാവിന്റെ രാത്രിയിൽ നിങ്ങൾ പറയുന്ന ഒരു പ്രവചന ദൂത് ഞാൻ പറയാം. നിങ്ങളുടെ വിടുതൽ നിങ്ങൾ പലരെ വിളിച്ച് കാണിക്കാൻ പോകുന്ന സമയമെടുത്തു. നിങ്ങളുടെ വിടുതൽ, അമ്മ പറയാമോ? ദൈവം നിങ്ങൾക്കൊരു വീട് തരും. ഇതാ എന്റെ പ്രാർത്ഥന പരമായിട്ട് എനിക്ക് കിട്ടിയ ഭവനമാണ്. ആ സഹോദരന്മാരെ ചോദിച്ചാൽ അവര് പറയും, സ്തോത്രം, ആര് പുറത്തുനിന്ന് വന്നാൽ അവര് പറയും, ഞങ്ങളുടെ പ്രാർത്ഥന വിഷയമായിരുന്നു പത്രോസ് വെളി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥന വിടുതൽ വന്നു നിൽക്കുകയാ. ഇന്ന് രാത്രി ചില ദൈവാത്മ പ്രവചിക്കുക, നിന്റെ തലമുറ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാ. നിന്റെ ശുശ്രൂഷ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാ. നിന്റെ ആരോഗ്യം നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാ. നിന്റെ ജോലി നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാ. നിനക്കുള്ള എല്ലാ നന്മകളും നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ നന്ദി പറഞ്ഞിട്ട് പറ, ഇതാ എന്റെ പ്രാർത്ഥനയുടെ മറുപടി. ഈ പ്രാർത്ഥന ചില മറുപടി ചൂണ്ടിക്കാണിക്കുക. ദൈവം നിന്റെ മുമ്പിൽ ചിലത് തരാൻ പോവാ. നിനക്ക് ജോലിയില്ല, പക്ഷെ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നീ വിരൽ ചൂണ്ടിക്കാണിക്കാൻ പോവാ, എന്റെ ജോലി എന്ന സ്ഥാപനമാണ് ഇതെന്ത്. നീ ഇന്റർവ്യൂവിന് ഫെയിൽഡ, പക്ഷെ നീ ചൂണ്ടിക്കാണിക്കാൻ പോവാം, എന്റെ വിഷയത്തിന് മറുപടിയായി. നിനക്ക് ട്രാൻസ്ഫർ നടക്കുന്നില്ല, നീ പറയാൻ പോവാ, എന്റെ ട്രാൻസ്ഫർ എടുത്തു. രാമയെ പറയുമ്പോൾ ശക്തിയോടെ, നിനക്ക് തലമുറയില്ല, പക്ഷെ പറയും, എന്റെ തലമുറയാണിത്. നിന്റെ കുഞ്ഞിന് ജോലിയില്ല, പക്ഷെ പറയും, എന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് എന്റെ തലമുറ ജോലി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നന്ദി പറഞ്ഞിട്ട് പറ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നീ തന്നെ വിളിച്ച് കാണിക്കത്ത നിലവാരത്തെ നീ അത്ഭുതം ചെയ്യാം. അതാണ് ഇന്നലെ രാത്രിയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആമേൻ. ഒരു വാക്യം കൊണ്ട് വായിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകം, ആമേൻ, സ്തോത്രം, 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലുണ്ട്. 12-ാം അധ്യായത്തിന്റെ 12-ാം, ഞാൻ വായിക്കാം, നിങ്ങളത് ജസ്റ്റ് ബൈബിൾ നോക്കിയാൽ മതി. സ്തോത്രം, ഹല്ലേലൂയ. ആ ബൈബിൾ ഇങ്ങനെ വായിക്കുന്നത്, ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തൂടെ കടന്ന് മിസ്രയീമുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും കടിഞ്ഞൂലുകളെയും ഒക്കെയും സംഗ്രഹിക്കും. ഒരു നല്ല രാമയെ പറയാമോ? ഈ രാത്രിയിൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പേ ഇറങ്ങുന്ന ഒരു കർത്താവ്. രാമയെ പറയുമ്പോൾ ശക്തിയോടെ, നിങ്ങൾ പോകണ്ടെന്നേ, നിങ്ങൾ പോകുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഓക്കെയാകും. ഈ വായിച്ച വചനം 12:12 ഈ രാത്രിയിൽ ഞാൻ, ആ വാക്യം കേട്ടണേ, ഞാൻ മിസ്രയീമിൽ ഇറങ്ങും. ആരിറങ്ങും? യഹോവ. ആരാ പറഞ്ഞത്? യഹോവ. ഒന്നുകൂടെ പറഞ്ഞാൽ, നിനക്ക് പകരം ഇറങ്ങുന്ന ഒരു കർത്താവ്. നല്ല രാമയെ പറയാമോ? ഹല്ലേലൂയ. നീ ഇത്രയും നാൾ ഓടിയില്ലേ, ഒത്തിരി ഓടിയവനല്ലേ, പക്ഷെ ഇനി കുറച്ച് റെസ്റ്റ് എടുക്ക്. നീ പോകുന്നതിന് പകരം ഞാൻ പോയി ചില കാര്യം ചെയ്യാൻ പോവാ. അത് നീ ദൂരമേത് കണ്ടോണം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആമേ പറഞ്ഞോണേ. ആമേ പല പ്രാവശ്യം ആമേ മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കണം, എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കണം. പല പ്രാവശ്യം പറഞ്ഞപ്പോഴും ഫറവോൻ വിട്ടില്ല. ആരാടാ യഹോവ? എല്ലാ പ്രാവശ്യം ഫറവോൻ ചോദി, ആരാടാ യഹോവ എന്ന് ചോദിക്കാൻ പറയും, കർത്താവിനെ പറ്റി പരിചയപ്പെടുത്തിട്ട് വരും. പക്ഷെ ഒരു പ്രാവശ്യം പോയിട്ട്, ആദ്യത്തെ പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവ കേൾക്കാതെ വന്നപ്പോൾ കർത്താവ് 1-ാമത്തെ ബാധ അയച്ചു. 1-ാമത്തെ ബാധ അറിയാവുന്നവരെല്ലാം രാമയും പറഞ്ഞിട്ടുണ്ട്. 1-ാമത്തെ ബാധ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ചോദിക്കുന്നില്ല, ചോദ്യമില്ല, ആൻസറും ഇല്ല. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടോണേ. സ്തോത്രം. 1-ാമത്തെ ബാധ അയച്ചു. 2-ാമത്തെ പ്രാവശ്യം പോയപ്പോഴത്തന്നെ ഹല്ലേലൂയ, ഇവൻ വീണ്ടും എന്റെ ഹൃദയ കഠിനമായി. ഹല്ലേലൂയ. 2-ാം പ്രാവശ്യം പോയപ്പോഴും ആമേൻ, ഇവന്റെ വിഷയത്തിന് മറുപടിയില്ല. വീണ്ടും 2-ാമത്തെ ബാധ. അങ്ങനെ 9 ബാധ അയച്ചു കഴിഞ്ഞിട്ട് ഓടി തളർന്ന ഉപദേശിയായിരിക്കുന്ന മോശയെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, ഇനി നീ പോകണ്ട,
നിന്റെ പോക്കും വരവും നിർത്ത്. നീ ഒത്തിരി അലഞ്ഞില്ലേ? ഞാൻ പറഞ്ഞപ്പോഴൊക്കെ പറമ്പന്റെ കൊട്ടാരത്തിൽ പോയി ദൂത് പറഞ്ഞതല്ലേ? ഒന്നുകൂടെ പറയാം സഹോദരിമാരെ, ആരോടെങ്കിലും ദൈവിക വെളിപ്പാട് അറിയിക്കണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ തൻ്റെ ഇടത്തോടെ പറഞ്ഞോണം. ആരൊക്കെ വിമർശിച്ചാലും ദൈവം തരുന്ന ദൂതാണെങ്കിൽ പറയണം. അതിന്റെ വിടുതൽ അവിടെ സംഭവിക്കും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മ പറയുന്നു, ദൈവാത്മാവ് ഏൽപ്പിച്ച ദൂത് മറച്ചു വെക്കരുത്. ഞാൻ ആത്മാവിച്ചോട് പറയുന്നു, ദൈവം നിന്നെ ഏൽപ്പിച്ചതാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ പോവാ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പറയുന്നു, സ്തോത്ര, അന്ന് രാത്രിയിൽ കർത്താവ് പറഞ്ഞു, ഈ രാത്രിയിൽ ഞാൻ ഇറങ്ങും. കേട്ടോ വിജയ് പാസ്റ്റേ, ഈ വചനം ഒന്ന് കേട്ടോണേ. കർത്താവിന്റെ ദാസമുള്ള ദൈവത്തിന് ദൂതുവിടാ. ആമേൻ. സ്തോത്ര. ഈ രാത്രിയിൽ ഞാൻ ഇറങ്ങും. അതിനർത്ഥം കഴിഞ്ഞ രാത്രി മുഴുവൻ നീ പോയിട്ട് ഒന്നും കേട്ടില്ല. ഇവന്മാരും മസല് പിടിച്ചിരിക്കുന്നതല്ലാതെ ഒരു ഫലവും ഉണ്ടായില്ല. പക്ഷെ ഇന്ന് എല്ലാവന്റെ മസല് ഞാൻ വിട്ടും. അപ്പൊ നീ എന്ത് ചെയ്യണം? ഞാൻ ഈ രാത്രിയിൽ ഇസ്രായേലിൽ ഇറങ്ങുമ്പോൾ നീ കൂടാരത്തിനകത്ത് കയറണം. ഈ ദൂത് കേൾക്കുന്നവരൊന്നും ആമേൻ പറഞ്ഞോണേ. ഞാൻ വെളിയിൽ ഇറങ്ങി ഇവരെ എല്ലാം വെട്ടുമ്പോൾ നീ അകത്ത് കയറണം. ഇത്രയും നാളെ നീ വെളിയിലായിരുന്നു അല്ലായിരുന്നോ? ഇത്രയും നാൾ നീ കൂടാരം വിട്ടുള്ള പോക്കായിരുന്നു അല്ലായിരുന്നോ? ഇത്രയും നാളും സ്തോത്രം നീ ശുശ്രൂഷകൾ ഒത്തിരി അലഞ്ഞോടി. ഇത്ര എന്തെല്ലാം അപവാദങ്ങൾ, വിമർശനങ്ങൾ നീ കേട്ടില്ലേ? കേട്ടു. പക്ഷെങ്കിൽ ഇനിയും നീ കൂടാരത്തിനകത്ത് കയറണം. കൂടാരത്തിനകത്ത് കയറി വെറുതെ ഇരിക്കാനല്ല, അവിടെ കുഞ്ഞാടിനെ അറക്കണം. കട്ടളക്കാലുമിലെ കുറുപടിമിലെ രക്തം അടയാളമേ പുരട്ടണം. ചെരുപ്പിട്ട് മുറുക്കി, അരകിട്ട് മുറുക്കി അവിടെ ആരാധന നടക്കുമ്പോൾ വെളിയിൽ ന്യായവിധി ഞാൻ ചെയ്യാൻ പോവുക. ഞാൻ ആത്മാവിച്ചോട് പറയുന്നു, നിന്റെ വീടിനകത്ത് ചില വിടുതൽ നടക്കാൻ പോവാ. പക്ഷേ ഒറ്റ ഒരെണ്ണത്തെ പോലും വെളി കാണലെന്ന് കർത്താവ് ഇടപെടുകയാണ്. ചില ഈ സഭയിലൊക്കെ, ഞാൻ ചർച്ചിന്റെ ശുശ്രൂഷ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, ചില ചർച്ചിലൊക്കെ, എന്റെ ചർച്ചിലും ഉണ്ട്, നല്ല ശുശ്രൂഷ നടക്കും. വെളിയിൽ കൂടെ ഒരു അച്ചാൻ അറിയാം അങ്ങോട്ട് സ്തോത്രകാഴ്ചയുടെ സമയമാണ്. സ്തോത്രകാഴ്ച ഇട്ടിട്ട് വെള്ളം കുടിക്കാനാണ് നമ്മൾ 2 പാർട്ടി വെളിയിലോട്ടെന്ന് പോകും. സ്തോത്രം. ഈ ദൂത് ഞാൻ കഴിഞ്ഞ ആഴ്ച സഭയിൽ പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ശുശ്രൂഷ അകത്ത് നടക്കുമ്പോ വെളി കറങ്ങുന്നവനെ ദൈവം വെട്ടും. ഒരാമയും പറയാമോ? ശുശ്രൂഷ അകത്ത് നടക്കുക, നല്ല ശുശ്രൂഷ അലങ്കോലപ്പെടുത്തുന്നവനെ ദൈവം ഇറങ്ങി വിട്ടും. വിശ്വസിക്കുക എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ പറഞ്ഞാൽ സത്യയോടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഇവിടെ സൂം മീറ്റിങ്ങിനകത്ത് 7 ദിവസത്തെ പ്രാർത്ഥനയുടെ ആദ്യ ദിവസം നടക്കുക. ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, നാം ഈ രാത്രി അകത്ത് വിടുതൽ നടക്കുമ്പോൾ വെളിയിൽ കഴിഞ്ഞൂടെ സംഗ്രഹിക്കാൻ പോകിയ ദൈവാത്മാവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി നിനക്ക് നീ പോകേണ്ടതിന് പകരം നിനക്ക് വേണ്ടി ഇറങ്ങാൻ ഒരു ദൈവമുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തോട് പറഞ്ഞ കർത്താവേ, നീ ഇറങ്ങണമേ, ഞാൻ ഓടി മടുത്തു കർത്താവേ, അങ്ങ് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നവർ എത്ര ദൈവമക്കളുണ്ട് അല്ലെ? ഒത്തിരി ഓടി മടുത്തവരകത്തുണ്ട്. ഓടി മടുത്തിന്റെ ദൈവമേ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഇത്രയും നാള് ഓടി അലഞ്ഞവരുണ്ട്. ചില അമ്മമാരെയൊക്കെ ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി ഇവർ ഇതിനകത്തോടെ ഞാൻ കാണുന്നു. അവരുടെയൊക്കെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം, അവർ ഒത്തിരി അലഞ്ഞവരാ. അവർക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. എനിക്കുള്ളതിനേക്കാൾ 5 ഇരട്ടി അനുഭവമുള്ളവർ ഈ അമ്മമാർ ഒത്തിരി പേരെ ഞാൻ കാണുന്നുണ്ട്. അവരെ ആത്മാവിൽ ഇതിനകത്ത് പറയും, നിങ്ങളുടെ അനുഭവം മനസ്സിലാക്കി നിങ്ങൾ സ്തോത്രം പറഞ്ഞു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഒത്തിരി അലഞ്ഞതാ, ഒത്തിരി ഓടിയതാ. റീമന കേൾക്കാത്ത പഴികളില്ല, കേൾക്കാത്ത അപമാനങ്ങളില്ല. എന്നാൽ ഇന്ന് രാത്രി ആത്മ പറയുന്നു, ഇനി നിങ്ങൾ ഓടണ്ട, അധികം നിങ്ങളെ ഓടിക്കത്തില്ല. നിങ്ങൾക്ക് പകരം നിങ്ങളുടെ കർത്താവ് ഇറങ്ങാൻ പോവാ. വെട്ടേണ്ടതിനെ വെട്ടും, നിർത്തേണ്ടതിനെ നിർത്തും. ആമേ പറയാൻ അറിയാമെന്നവർ എല്ലാവരും സ്തോത്രം പറഞ്ഞ് കർത്താവിനെ ആരാധന കൊടുക്ക. നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങാൻ പോവാ. നിനക്ക് വേണ്ടി പ്രാർത്ഥനിക സ്വർഗം ഇറങ്ങാൻ പോവാ. നിന്നെ അവൻ പ്രവർത്തിക്കും, ആരാധന തടുക്കും. പ്രവർത്തിക്കുമ്പോ ദൈവത്തിന്റെ പ്രവർത്തി നടക്കാൻ പോവാ. നിന്റെ കടിഞ്ഞൂല് പോകത്തില്ല. പക്ഷെ ഫറവോനെ നിന്റെ കടിഞ്ഞൂല് ദൈവം വെട്ടാൻ പോകുകയാ. അകത്ത് ആരാധന നടക്കുന്നു, പുറത്ത് ന്യായവിധി നടക്കുന്നു. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളകത്തുണ്ട്? 7 ദിവസം പ്രാർത്ഥന നടക്കുമ്പോൾ ഇതിനകത്ത് വിശുദ്ധനായ ദൈവത്തെ ആരാധിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പറയുന്നു, ഈ പ്രാർത്ഥന ആരും മിസ് ചെയ്യരുത്. ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ദൂത് പകരുകയാണ്. ഓടി അലഞ്ഞ് ബിജോപാസെ കർത്താവിന്റെ ആത്മാവ് ഒത്തിരി ഓടിയതല്ലേ. ഇനി ചില അറസ്റ്റ് തരാൻ പോവാം. കാര്യം ചില പ്രവൃത്തി മാറി നിന്ന് കണ്ടോണം. ഏമയും പറഞ്ഞാണ്ട് ശ്രദ്ധയോടെ. ഹല്ലേലൂയ. ഒത്തിരി ഓടി അലഞ്ഞവരുടെ കർത്താവ് പറയുന്നു, ഇനി ഒത്തിരി ഓടണ്ട.
ഇനി മാറിയിരിക്കെ, കൂടാരത്തിനകത്ത് കയറി കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കേ. ഞാൻ ഇറങ്ങും ഇന്ന് രാത്രിയിൽ ചിലതിനെ സംഗ്രഹിക്കാൻ. ഈ ദൂത് കേൾക്കുമ്പോൾ ആത്മാ പറയുന്നത്, നിനക്കെതിരെ ഇന്നലെകൾ വാ തുറന്നവനെ ഇറങ്ങി വെട്ടിക്കളഞ്ഞിട്ട് നിന്റെ ആരാധന ദൈവത്തിന് പ്രവൃത്തി ഉണ്ടാക്കാൻ പോവാ. പുറപ്പാട് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് ഈ ദൂതൊന്ന് ഏറ്റെടുത്തോണം. ഞാൻ ആത്മാവിൽ പറയുന്നു, ഒറ്റ രാത്രിയിലെ ആരാധന കഴിഞ്ഞിട്ട് പിറ്റേ പ്രഭാതത്തിൽ തമ്പുരാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ ഇവിടുന്ന് പുറപ്പെടുവിക്കും. എന്നോട് ആത്മാ പറഞ്ഞില്ല, വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ അകത്തുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന അമ്മമാരകത്തുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ എങ്ങനെങ്കിലും വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരകത്തുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഈ ആരാധന കഴിയുമ്പോ ചിലതിന്റെ പുറപ്പാട് തുടങ്ങാൻ പോവാ. ചില ആരാധന നടക്കുമ്പോ ചിലതിനെ ഈ രാജ്യത്തുനിന്ന് അടുത്ത രാജ്യത്തിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പോവാ. ആ ദൂത് ഞാനും ഏറ്റെടുക്കുന്നു, നിങ്ങളും ഏറ്റെടുക്കണം. ഇന്ന് രാത്രി പറയുന്ന ചില പുറപ്പാടുകൾ, നിന്റെ തലമുറയെ ചില യാത്രകൾ, ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഇന്നത്തെ ആരാധന കഴിയുമ്പോൾ അരകെട്ടിക്കോ, ചെരുപ്പിട്ട് മുറുക്കിക്കോ, കുഞ്ഞാടിനെ അറുത്തോ, കട്ടളക്കാലുമേലെ കുറുപിടിമേലും രക്തം അടയാളമെ പുരട്ടിക്കോ, നീയും നിന്റെ തലമുറ ഇവിടുന്ന് യാത്ര ചെയ്യാൻ പോവാ. ഓ, എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കറിയില്ല. ഈ രാത്രി ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഇതൊരു പുറപ്പാടിന്റെ പ്രാർത്ഥനയാ, ഇതൊരു പുറപ്പാടിന്റെ പ്രാർത്ഥനയാ. ചില തലമുറകളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവാ, ചില വ്യക്തികളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവാ. ഒരു അസാധാരണമായിരിക്കുന്ന ഒരു ദൈവിക വിടുതലുകൾ ചില കുടുംബത്തിനകത്ത് ദൈവം അയക്കുന്ന രാത്രി. നിന്റെ കുഞ്ഞിനെ ഓർത്ത് പേടിക്കണ്ട, ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ വാഗ്ദത്തം അവന്റെ മേലുണ്ടെങ്കിൽ, അവന്റെ മേലുണ്ടെങ്കിൽ അത് ദൈവം പൂർത്തീകരിക്കുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മ പറയുന്നു, ഈ പ്രാർത്ഥന കഴിയുമ്പോ പുറപ്പാട് നടക്കും. അതിനെ ഈ പുറപ്പാട് എന്ന പുസ്തകത്തിന് പേര് കിട്ടത്. എനിക്ക് എന്റെ ചിന്തയാണ് സ്തോത്രം. അതിനകത്ത് മുഴുവൻ യാത്രകളാണ്. ഒന്നും പുറപ്പാട് പുസ്തകം മുഴുവൻ വായിച്ച മൊത്തം യാത്രകളാണ്. 2026 മുഴുവനും യാത്രയായിരിക്കും. രാമേ പറയുമ്പോൾ ശക്തിയോടെ ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു, രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു, രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഇന്ന് രാത്രി ചെല്ലു പറയുന്നു, നിന്റെ പുറപ്പാടിന് സമയമായി, നിന്റെ പുറപ്പാടിന് സമയമായി. ഒരിടത്തുനിന്ന് ഒരിടത്തിലേക്ക് ട്രാൻസ്ഫറിന് സമയമായി. ദൈവാത്മ ചെല്ലു പറയുന്നു, നിന്നെ മാറ്റി പാർപ്പിക്കുന്ന സമയമായി. നിന്നെ മാറ്റി പാർപ്പിക്കാൻ, നീ നിൽക്കുന്ന രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തിലേക്ക് നിനക്ക് ട്രാൻസ്ഫർ ദൈവം തരാൻ പോവാ. ഞാൻ ആത്മവിച്ചല കാണുന്നു, പേര് പറയാൻ സമയമില്ല, സമയം പോയത് കൊണ്ട് പെട്ടെന്ന് പറയുന്നു. ദൈവാത്മ പറയുന്നു, ചില രാജ്യങ്ങൾക്ക്, അടുത്ത രാജ്യങ്ങളിലേക്ക്, ചില യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് ദൈവം ചില ചെട്ടി പറിച്ച് മാറ്റുന്ന പോലെ മാറ്റും. ചില തലമുറകളോട് ദൈവാത്മ പറയുന്നു, നീ കണ്ടിട്ടില്ലാത്ത രാജ്യത്തിന്റെ അനുഗ്രഹത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ ദൈവജനം പുറപ്പെടാൻ പോവാ. ദൈവജനം പുറപ്പെടാൻ പോവാ. നിന്റെ വാഗ്ദത്തം ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവാ. ഓ നീ പോകാത്ത രാജ്യം, നിന്റെ തലമുറ പോകാത്ത രാജ്യം, നിന്റെ തലമുറ പോകാത്ത ഇടങ്ങൾ ഇന്ന് രാത്രി ദൈവം തുറക്കുന്നു. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞ. നിന്റെ കുഞ്ഞിന്റെ വിവാഹം കാണും നീ കേട്ടോ, അതൊരു പുറപ്പാടാണ്. അതും ഒരു പുറപ്പാട്. നിന്റെ മോടെ വിവാഹം നീ കാണും, നിന്റെ മകന്റെ വിവാഹം. എത്ര രാമേ പറയുന്നത് എനിക്കറിയില്ല. നിന്റെ കുഞ്ഞിന്റെ വിവാഹം നീ കാണും. നിനക്ക് വേണ്ട തക്കതായൊരു തുണയെ, നിന്റെ തലമുറയ്ക്ക് തായൊരു തുണയെ എന്റെ കർത്താവ് ഒരുക്കും, എന്റെ കർത്താവ് ഒരുക്കും. എത്ര പേര് രാമേ പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തെ പറയുന്ന ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്റെ വീടിനകത്തെ രക്തം 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 കുഞ്ഞാടിന്റെ രക്തം ഇറങ്ങാൻ പോവാ. കുഞ്ഞാടിനെ അറക്കപ്പെടാൻ പോവാ. കട്ടളക്കാൽവിൽ കുറുപിടി മേലും അടയാളമായി ദൈവം തന്നെ പ്രവർത്തി ചെയ്യുമെന്ന് ആത്മാവ് ദൂത് പറയുകയാണ്. ആവശ്യമില്ലാത്ത ദൂത്, ആവശ്യമില്ലാത്ത പ്രവചനം, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, ആവശ്യമില്ലാത്ത ജഡബന്ധങ്ങൾ, ആവശ്യമില്ലാത്ത കോണ്ടാക്റ്റുകൾ എല്ലാം വിട്ടു കർത്താവ് അത്ഭുതം ചെയ്യാൻ പോയി. എന്റെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പ്രവചിച്ച് ദൂത് പറഞ്ഞു. സ്തോത്രം. നിങ്ങളുടെ വീടിന്റെ കട്ടളയ്ക്കിടയിൽ ഒരു ആവിചാരം ഇരിക്കുന്നത് വീട് പൊളിക്കണമെന്ന്. എന്തോ അതുകൊണ്ട് കൂടെ ഈ ജലദോഷം, തലവേദന, കഫക്കെട്ട, നീർക്കെട്ട് ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണേ, അതൊന്നുമല്ല എന്റെ കാരണം. സ്തോത്രം. ആവശ്യമില്ലാതെ പാല് വിട്ട് കിടന്ന് തണുത്ത വെള്ളം കുടിച്ച് ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഐസ്ക്രീം പിള്ളേർ കാണാതെ എടുത്ത് കഴിച്ചിട്ട് എന്തെങ്കിലും രോഗം വന്ന് സാത്താനല്ല എന്റെ കാരണം, നമ്മൾ തന്നെ കാരണം. നല്ല രാമേ പറയാമോ? എന്റെ വൈഫിനോട് ഒരിക്കൽ പറഞ്ഞു,
എന്റെ തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ട്, തണുത്തൊന്നും കഴിക്കില്ല പറഞ്ഞു. എന്റെ മക്കൾക്ക് രണ്ടൊക്കെ ഐസ്ക്രീം ഇഷ്ടമാണ്, ഞാൻ അവർക്ക് വാങ്ങിക്കും, അവന്മാര് കഴിക്കത്തില്ല, എന്റെ ഭാര്യ അടിച്ചു മാറ്റും. സ്തോത്രം. അങ്ങനെ ഒത്തിരി പ്രശ്നമുണ്ടായി. ഞാൻ എന്റെ കുടുംബം ഇതിനകത്തുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ചിന്തിക്കണേ, ഈ അടിച്ചു മാറ്റി കഴിക്കരുത്, ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാകും. എന്നാൽ ഈ കാലഘട്ടങ്ങളൊക്കെ മനുഷ്യൻ രോഗവും ക്ഷീണവും പ്രയാസവും ഒക്കെയാണ്. എനിക്ക് രോഗം വന്ന പോരാട്ടമാണെന്നും, സ്തോത്രം, ആമേൻ, മറ്റ് സഹോദരിക്ക് രോഗം വന്ന, സോറി, എനിക്ക് വന്ന പോരാട്ടം അവർക്ക് വന്ന കയ്യിലിരിപ്പ് എന്നുള്ള പ്രശ്നമൊക്കെ മാറ്റിക്കോണം. അതൊന്നുമല്ല നമ്മുടെ വിഷയം. ആമേൻ, സ്തോത്രം. നമുക്ക് പോരാട്ടമുണ്ട്, ജഡരക്തങ്ങളോടല്ല. നമുക്ക് രോഗമുണ്ട്, ജഡത്തിൽ വസിക്കുമ്പോൾ നമുക്ക് രോഗമുണ്ട്, ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അതിന്റെ നടുവിലും ദൈവം പരിപാലിക്കും. ഞാൻ പറയട്ടെ, എന്റെ ഒരു സ്നേഹിതന്റെ ഓർത്തഡോക്സ് ഫാമിലിപ്പെട്ട ഒരു വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, പാസ്റ്റേ, ഒരു ദൈവദാസൻ വന്ന് പ്രവചിച്ച് ദൂത് പറഞ്ഞു, ഞങ്ങളുടെ വീടളക്കിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ചെന്നപ്പോൾ തന്നെ അവർ JCB ഒക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ് വീടളക്കാൻ. ഞാൻ പറഞ്ഞു, 2 നില ഇവിടെ 40 വർഷമായിട്ട് പിതാക്കന്മാര് വെച്ച വീടളക്കണമെന്ന്. ആമേൻ. വീടളക്കിയില്ലെങ്കിൽ, സ്തോത്രം, നിങ്ങൾ ഒരു കാണിക്ക കൊടുക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാണിക്ക കൊടുക്കണം. നല്ലൊരു കാണിക്ക കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ പോരാട്ടം, ഭയങ്കര കുടുംബ പാരമ്പര്യം. എത്ര കാണിക്ക വേണം? 1 ലക്ഷം രൂപ ദക്ഷിണയായിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കെട്ടും പൊട്ടും. ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറച്ചെണ്ണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 1 ലക്ഷം രൂപ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ഗൂഗിൾ പേ ചെയ്താൽ മതി, അതെല്ലാം കെട്ടും പൊട്ടും. അത് എന്റെ പൊന്നു കുഞ്ഞെ, ആവശ്യമില്ലാത്ത കെടുതിക്കകത്ത് 2026 ചെന്ന് ചാടരുത്. നിന്നോടുള്ള ദൂത് നിന്നോട് അറിയിച്ച് കഴിഞ്ഞിരിക്കുക. നീ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച നിന്റെ വീട്ടിൽ ആരാധന നടക്കട്ടെ, നിന്റെ തലമുറ എത്തേണ്ടടുത്തെത്തും. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. അടുത്ത് ഇതിനപ്പുറത്തൊരു ദൂതിനും വരാനില്ല. ഞാൻ പറയുന്ന വീടിനകത്ത് ഇറങ്ങും, വീടിനകത്ത് സാന്നിധ്യം ഇറങ്ങും. ഒരുത്തന്റെ ഇടത്തിൽ നിന്ന് ദക്ഷിണ വെക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും വേണ്ടി ദൈവം കൊടുത്തിട്ടുണ്ട്, കൊടുക്കുകയും ചെയ്യും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവത്തെ ഓർത്ത വീടളക്കാനൊന്നും പോകരുത്. കട്ടളപ്പാടിയിൽ ഉണ്ടെങ്കിൽ ആരിലും പറഞ്ഞില്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ എടുപ്പിച്ചിട്ടങ്ങ് വിട്ടേക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനൊന്നും സംഭവമില്ല. ദൈവം നിന്നെ ശുദ്ധീകരിച്ച വീടാണെങ്കിൽ ആ വീടിനകത്ത് മഹത്വം ഇറങ്ങും. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറുണ്ട്? അതുകൊണ്ട് പരിശുദ്ധാത്മ പറയുന്നു, എനിക്ക് മുമ്പാട്ടിറങ്ങുന്ന കർത്താവ്, എനിക്ക് പകരത്തിനിറങ്ങുന്ന കർത്താവ്. ഇന്ന് രാത്രിയിൽ ഈ ദൂത് നിങ്ങൾക്ക് മതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾക്ക് ആവശ്യമുള്ള ദൂത് കിട്ടി. ഇനി ഒരു പോയിന്റുണ്ട്, അത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് മിക്ക 9:45 അതുകൊണ്ട് അടുത്ത സൂവിൽ എന്നെ വിളിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ നടത്തുകയാണ് 5 മിനിറ്റ് മുമ്പ്. അതുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് രാത്രിയിൽ നമുക്കൊരു അത്ഭുതം ചെയ്യും. 2026 ആരും ശ്വാസം മുട്ടി, പ്രഷറും കയറി, പിന്നെ ഡയബറ്റീസും കയറി, പിന്നെ കൊളസ്ട്രോളും അടിച്ച്, അല്ലെങ്കിൽ സ്തോത്രം ഡിപ്രഷൻ ആയാലും ആരും ഇതിനകത്ത് വന്ന് ഇരിക്കരുത്. ഫ്രീ ആയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചത്, ചിരിച്ച മുഖത്തോടെ, ആനന്ദത്തോടെ, സന്തോഷത്തോടെ എനിക്കൊരു വിടുതൽ വരുന്നത് മനസ്സിലാക്കി എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. ആരും നിരാശപ്പെട്ടിറങ്ങി പോകരുത്. സന്തോഷത്തോടെ ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് ആത്മാവിൽ നിന്ന് പോരാടിക്കാട്ടെ. പരിശുദ്ധാത്മ പ്രാരംഭ രാത്രി നിങ്ങളോട് പറയുന്നു, അത്ഭുതം നടക്കും കേട്ടോ. ബെനഡിക്സ് 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 ബെനഡിക്സ്. ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. മാത്യു, പരിശുദ്ധാത്മ രാത്രി നിങ്ങളെ തൊടുന്നു. ആമേൻ. ആശാപ്പനോസ്, ഈ രാത്രി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മ നിങ്ങളുടെ തലമേ തൊടുന്നു. ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കരയുന്ന ദൈവകുഞ്ഞ്, ഈ രാത്രിയിൽ നിങ്ങളുടെ മേൽ അസാധാരണ ചില വിടുതലുകൾ നടക്കുന്നു. Amen. Hallelujah. രക്തത്താൽ സാന്റോ മാത്യു, സാന്റോ പരിശുദ്ധാത്മാവ് ആ കർത്താവിന്റെ മകനെ തൊടുകയാണ്. ദൈവാത്മ പറയുന്നു, ചില വഴികൾ, ചില വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ദൈവാത്മ തുറക്കപ്പെടാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ. എന്നോട് കർത്താവ് ഇതിനകത്ത് എന്തോ വസ്തു വിഷയത്തിനകത്ത്, കേസിനകത്ത് അകപ്പെട്ട ചിലതിന്റെ കെട്ടിനെ പരിശുദ്ധാത്മ പൊട്ടിക്കാൻ പോവാ. വസ്തു സംബന്ധ വിഷയത്തിനകത്ത് ഒരു ഭയങ്കര ഡെലിവറൻസ് നടക്കാൻ പോവാ. ആര് കെട്ടിയോ അവന്റെ നടുവിൽ നിങ്ങൾ രാജാവായിട്ട് പുറത്തു വരും. ആര് നിന്നെ ബന്ധിച്ചോ അവരുടെ നടുവിൽ തീ കഷണമാക്കി നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ആമേൻ. രാജേശ്വരി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ ആത്മാവ് ഈ രാത്രിയിൽ ആ വാത്സല്യ കർത്താവിന്റെ മകളെ തൊടുകയാണ്. പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ വിഷയത്തെ പരിശുദ്ധാത്മ ഏറ്റെടുക്കാൻ പോവാ. 2026 നിങ്ങളുടെ ജീവനത്തിനകത്ത് ഭയങ്കര വിടുതലുകൾ നടക്കാൻ പോവാ. യേശുവിൻ നാമത്തിൽ. ഒരുമിച്ച് ജെസ്സി, ഷൈജു, കർത്താവിന്റെ ദാസി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് ഭയങ്കര ചിലത് ഇടപെടാനുണ്ട്. ദൈവത്തിന് എന്തോ ചിലത് സംസാരിച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ചിലത് ഇറങ്ങി നിങ്ങൾക്ക് മുമ്പായിട്ട് ചെന്ന് ക്ലിയർ ചെയ്യാൻ പോവാ. എത്ര പേർ സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ട്? വിദേശ രാജ്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. നിങ്ങളെ അവിടെ വരെ എത്തിച്ച ദൈവമാണെങ്കിൽ തുടർന്നുള്ള വഴികളും ദൈവം ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിൻ നാമത്തിൽ ഒരു ദൈവകരം ഈ രാത്രി ചലിക്കട്ടെ. ഈ രാത്രി ദൈവകരം ചലിക്കട്ടെ. ഇന്ന് രാത്രി തകർന്നു കിടക്കുന്ന വിഷയത്തിനകത്ത് മിനി മാത്യു, ഈ രാത്രി അത്ഭുതം നടക്കുന്ന മിനി മാത്യു ആന്റി പ്രാർത്ഥിച്ചാട്ടെ. ദൈവാത്മാവിന്റെ വലിയ വിടുതലുകൾ
നിങ്ങളുടെ കൂടാരത്തിനകത്ത് ദൈവാത്മാവ് ചെയ്തെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില ദൈവിക സ്പർശനങ്ങൾ ചില കുടുംബത്തിനകത്ത് വെളിപ്പെട്ട് കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ ഒരു ഭയങ്കര വിടുതൽ അയക്കാൻ പോകുക. ഞെരുക്കുന്ന ചിലരുണ്ട്, ഞാൻ ആത്മാവിൽ കാണി ചെരുക്കുന്ന ചിലര്. യേശുവിന്റെ നാമത്തിൽ ഷീല എന്ന് പറയുന്ന ആ കർത്താവിന്റെ മകൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞെരുക്കങ്ങൾ അടിച്ചു മാറ്റി ഒരു വിശാലത ദൈവം തരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ സൂസൻ തോമസ് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് രാത്രി നിങ്ങളെ തൊടുകയാ. പരിശുദ്ധാത്മാവിന്റെ വിഷയത്തെ തൊട്ട് ശ്രേഷ്ഠകരമായ ചില ദൈവിക പദ്ധതി ദൈവം നടത്താൻ പോകുക. മിനിസം പ്രാർത്ഥിച്ചാട്ടെ. ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്ന മോളി ജോർജ് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആ കുടുംബത്തെ ശക്തമായി തൊടുകയാണ്. റിമന ഹദനകട ഷീബ സന്തോഷ് പ്രാർത്ഥിച്ചാട്ടെ. ശക്തമായുള്ള ദൈവത്തിന്റെ ഒരു വലിയ മഹത്വം ചുമക്കുന്നവളായി ഇന്ന് രാത്രി മാറ കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്ത് ഭാരപ്പെട്ട ചില ലിസി ജോൺ ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ ദാസ്യ ദൈവം തൊടുകയാ. മോളി ജോൺസൺ കർത്താവ് രാത്രി തൊടുകയാ. ഷാജൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളുടെ രഹസ്യ വിഷയത്തെ ഇന്ന് രാത്രി തൊടുകയാ. അസാധാരണമായ ഒരു ദൈവിക വിടുതലുകൾ ഈ മീറ്റിംഗിനകത്ത് വ്യാപി. തുളസീദാസ് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ ആത്മവിരാത്രി തൊടുന്നു. പ്രാർത്ഥിച്ചാട്ടെ. അത്ഭുതത്തിന്റെ കരം ഇന്ന് രാത്രി ആ കുടുംബത്തിനകത്ത് ഇറങ്ങുന്ന സൂസൻ എന്ന് പറയുന്ന ആ വാത്സല്യ അമ്മ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വലിയ മഹത്വം ആ കുടുംബത്തിനകത്ത് ഇറങ്ങുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ 7 ദിവസത്തെ പ്രാർത്ഥന പ്രാരംഭ രാത്രി ഞാൻ നിന്റെ ജനത്തെ യേശുവിന്റെ കരകളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരു അസാധാരണ തീയുള്ള അടയാളം ഇതിനകത്ത് ഇറങ്ങി വരാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദാസ ബീനാൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ദാസിയെ അപ്പന്റെ കരകളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. തന്നോട് കൂടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന എല്ലാ ദൈവദാസന്മാരെ നിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം ശുശ്രൂഷിക്കുന്ന ദൈവദാസിമാരെ പ്രത്യേകാന്തി അഭിഷേകം ചെയ്യാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് മുമ്പ് ഇറങ്ങുന്ന കർത്താവിനെ രാത്രി ഞങ്ങൾ ഓർക്കുന്നു. അത്ഭുതം എടുക്കണം, നന്മയ്ക്ക് ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. എല്ലാവരെയും കർത്താവ് രാത്രിയിൽ ധാരാളമായി സഹായിക്കട്ടെ. നമുക്ക് മുമ്പേ ഇറങ്ങുന്ന കർത്താവ്, നമുക്ക് പകരം ഇറങ്ങുന്ന കർത്താവ്. വചനം വായിക്കുന്നത് ഞാൻ പ്രവർത്തിക്കും, ആരാധന തടുക്കും. വചനം മറക്കരുത്. വചനം ഏറ്റെടുത്ത് മുന്നോട്ട് കടന്നു പോകാൻ അവസരം അനുവദിച്ച് കർത്താവിന്റെ ദാസിക്ക് നന്ദി അറിയിക്കുന്ന രാത്രിയിൽ നമ്മൾ സ്നേഹിച്ച് കടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരുടെ ഹൃദയംഗമായിരിക്കുന്ന പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.